Hello teachers, good evening. Creating an inclusive school. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേപ്പറാണ്. അതിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ബാരിയേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഒന്നാമത്തെ യൂണിറ്റിൽ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതിന്റെ ഫീച്ചേഴ്സ്, അതുമായി ബന്ധപ്പെട്ട കുറെ മേഖലകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ബാരിയേഴ്സ് ഉണ്ടാവും, തടസ്സങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ചലഞ്ചസ് ഉണ്ടാകും. അതെന്തൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ഇറ്റ് വുഡ് ബി വെരി ഈസി ടു സെറ്റ് അപ്പ് an inclusive classroom, an inclusive school. So let me welcome you all to the session, to the second unit. So let's understand what are the barriers are waiting for us. Okay, അപ്പൊ നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ ബാരിയേഴ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കി തരാനുള്ള ഒരു യൂണിറ്റ് മാത്രമാണ്. പക്ഷെ സിലബസിൽ എന്തൊക്കെ പോയിന്റ് പറഞ്ഞോ ആ പോയിന്റുകൾ പറഞ്ഞു പോകണം എന്നുള്ളത് നമ്മളൊരു സാധാരണ എല്ലാ ടീച്ചേഴ്സും അവലംബിക്കുന്ന ഒന്നായതുകൊണ്ട് നമ്മൾ ആ പോയിന്റ്സ് പറഞ്ഞിട്ട് തന്നെയാണ് പോവാ. ഏറ്റവും ചുരുക്കി ഇതിനൊരു ഇൻട്രോ എന്നുള്ളതിലേക്ക് ഇതിന്റെ വോയിസ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നെ കാണുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? ഓക്കെ. അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ വീഡിയോ ഒക്കെ ഓൺ ആക്കി ഇരിക്കുമ്പോൾ ഇന്ന് നോക്കണ്ടേ. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് സ്ക്രീനിൽ നമ്മളെ ഈ ഒരു പ്രസന്റേഷന്, 2 ഞാന്. സോ എനിവേ, പിന്നെ നമ്മുടെ കൂടെ ഒരു ഇൻട്രോ എന്നുള്ളത് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ആദ്യം നിങ്ങൾക്കൊരു ഡിഫറെന്റ് ആയിട്ടുള്ള റോളുകൾ തരാനാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ റോൾ പറഞ്ഞാൽ ടീച്ചർ തന്നെയാണ്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിലേക്ക്, നിങ്ങളൊരു ക്ലാസ് ടീച്ചറാണ്, നിങ്ങൾ സബ്ജക്ട് ടീച്ചറോ എന്തെങ്കിലും ആവട്ടെ, നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒരു ഇമ്പയർഡ് ആയ ഒരു കുട്ടിയെ, അഥവാ ചെവി കേൾക്കൂല അല്ലെങ്കിൽ കണ്ണ് കാണൂല, കണ്ണ് കാണാത്തൊരു കുട്ടിയെ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് അലോ ചെയ്യാണ്. അങ്ങനെ അലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ സന്തോഷം തരുമോ, അതല്ല ഇനി ഞാൻ എന്ത് ചെയ്യും, ആ കുട്ടിനെ എങ്ങനെ ഡീൽ ചെയ്യും, എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കോ നമ്മുടെ മൈൻഡിൽ വരാനുള്ള സാധ്യത നമ്മൾ അസ്യൂം ചെയ്യണം. എന്തായിരിക്കും വരുന്നുണ്ടാവുക? കൺഫ്യൂഷൻ സർ. നമുക്കൊരു പേടി, കൺഫ്യൂഷൻ അഥവാ പേടി വരാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാം, അല്ലെങ്കിൽ നമുക്കൊരു നമുക്ക് എന്തായാലും വാംലി വെൽക്കം ചെയ്ത് എനിക്കൊരു ഭയങ്കരമായ ഒരു അവസരമാണ് ചിന്തിക്കാനുള്ള സാധ്യത കുറവാണ്. അതിന് വേറെ വേറെ കാരണങ്ങളുണ്ട്, അതാണ്. അപ്പൊ അതാണ് അതിന്റെ യഥാർത്ഥ ആൻസർ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ ഇമ്പേർഡായ കുട്ടികളൊന്നും ഇല്ല, എല്ലാവരും വളരെ നല്ല, അല്ലെങ്കിൽ അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടാത്ത ആളുകളാണ്. അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിലേക്കാണ് ഈ പറഞ്ഞ പോലെ ഒരു മെന്റലി റിട്ടാർഡ് ആയ ഒരു കുട്ടിനെ കൊടുന്ന് അഡ്മിറ്റ് ചെയ്യാൻ പോണത്. സോ ആസ് എ സ്റ്റുഡൻറ്, അല്ലെങ്കിൽ ആസ് എ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നിങ്ങളുടെ ക്ലാസ്സിലേക്ക് അങ്ങനെ ഒരു പ്രയാസമുള്ള കുട്ടി വന്ന് ഇരിക്കുമ്പോൾ, അത് ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിന്റെ ആ ഒരു ഫ്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഒരു പക്ഷേ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട്. അപ്പൊ ആസ് എ സ്റ്റുഡന്റ് നിങ്ങൾ എന്ത് ചിന്തിക്കും? അത്തരം ഒരു കുട്ടി നമ്മുടെ ക്ലാസ്സിലേക്ക് വരുന്നതിനെ ഹാർഡ്ലി വെൽക്കം ചെയ്യോ, അതല്ല അത് വന്നാൽ എന്തായാലും നമ്മളത് ചില മാറ്റങ്ങൾ അത്യാവശ്യമായിരിക്കും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊരു ചിന്ത വരും, അല്ലെ? തീർച്ചയായിട്ടും അതാണ് വരാനുള്ളൊരു സാധ്യത. അതാണ് രണ്ടാമത്തെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. നിങ്ങളൊരു സ്ഥാപനം നടത്തുകയാണ്, ഓക്കെ? നിങ്ങൾ അതിന്റെ മാനേജറോ അല്ലെങ്കിൽ അതൊരു സ്ഥാപനം നടത്തുകയാണ്. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഒരു പാരന്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ എനിക്ക് പ്രയാസം അനുഭവിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഇവിടെ അഡ്മിഷൻ തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആസ് എ മാനേജർ അല്ലെങ്കിൽ ആസ് എ പ്രിൻസിപ്പൽ നമ്മൾ ആ കുട്ടിയെ കുറിച്ച് എന്ത് ചിന്തിക്കും? ആ കുട്ടിയെ നാളെ തന്നെ കൊണ്ടുവന്നോളൂ, വി ആർ ഹാപ്പി ടു റിസീവ് ഹിം അല്ലെങ്കിൽ റിസീവ് ഹർ എന്ന് പറയോ, അതല്ല നമ്മളൊന്ന് ആശങ്കപ്പെടും? എന്തായിരിക്കും? നിലവിൽ നമ്മുടെ സ്കൂളിനകത്ത് കുട്ടികളൊന്നും ഇല്ല. ഇപ്പൊ ഒരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി കുറച്ച് പാരലൈസ്ഡ് ആണ്, നടക്കാനൊന്നും കഴിയില്ല, കുറച്ച് കേൾവിക്കും പ്രശ്നമുണ്ട്, മൾട്ടിപ്പിൾ ഇമ്പയർമെന്റ് ആണ് സങ്കല്പിക്കുക. അപ്പൊ ആ ഒരു പ്രിൻസിപ്പിൾ എന്ത് ചിന്തിക്കുക, ഈ കുട്ടിക്ക് ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടോ,
അല്ലെ? ആ കുട്ടിക്ക് ചിലപ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല. നമ്മൾ ടീച്ചേഴ്സ് ഒക്കെ അതിന് ആപ്റ്റ് ആയിരിക്കുമോ? അല്ലെങ്കിൽ കൂടുതലുള്ള കുട്ടികൾക്ക് ഇവരുമായിട്ട്, അല്ലെങ്കിൽ മെന്റലി റിട്ടാർഡ് ഒക്കെ ആണെങ്കിൽ ആ കുട്ടിയുമായിട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുക? അല്ലെങ്കിൽ ADHD ആണ്, ആ കുട്ടി ഭയങ്കര വികൃതിയൊക്കെ ആയിരിക്കും, അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണ് വരിക, അല്ലെ? നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇതിൽ നമുക്ക് പഠിക്കാനുള്ള മൊത്തം കാര്യങ്ങളുണ്ട്. ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബാരിയേഴ്സിന്റെ, അപ്പൊ നമ്മളിപ്പോ ഈ പറഞ്ഞ ആ ടീച്ചർ നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഒരു ബാരിയർ ആണ്. നമ്മൾ പറഞ്ഞ നമ്മൾ ആസ് എ സ്റ്റുഡന്റ് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു കുട്ടി വരാണ്, നമുക്കത് ബുദ്ധിമുട്ടാണ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ അവരൊരു ബാരിയർ ആണ്. ഈ പറഞ്ഞ പ്രിൻസിപ്പളുടെ ചിന്താഗതി അവരൊരു ബാരിയർ ആണ്. ഇനി സമൂഹത്തിന്റെ ചിന്താഗതികളിൽ ബാരിയർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബാരിയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോണത്. വെരി ഈസി ആയിട്ട് മനസ്സിലാകാവുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു യൂണിറ്റ് എന്നുള്ളവർക്ക് ഒരുപാട് എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ ഒരുപാട് പുറത്തുനിന്നുള്ള നോളജിന്റെ ഒന്നും ആവശ്യമില്ലാത്ത യൂണിറ്റ് എന്നുള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. സോ അത് പ്രകാരം ഞാൻ എന്റെ സ്ലൈഡിലേക്ക് പോവാണ്. ഓക്കെ, സോ സ്ലൈഡ് മാറുന്നത് കാണുന്നുണ്ടോ? Okay, Unit 2, Understanding Barriers to Inclusive Education. Barriers എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമുക്ക് തടസ്സങ്ങൾ, അല്ലെ, അത് അറിയുന്നുണ്ടായിരിക്കും. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ അവിടെ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതെന്തെല്ലാം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഇൻട്രോ എന്നുള്ളത് ജസ്റ്റ് ഒരു ഇതിലേക്ക് ഇനി വരാനുള്ള കാര്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സാധനങ്ങളിലുണ്ട്. ഒന്ന്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് നമ്മുടെ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ട്, അതാണ് ഇതിന്റെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട 3 ബാരിയേഴ്സ് ആണ് അവിടെ നമ്മൾ ഡീൽ ചെയ്യുക. ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സ്, സിസ്റ്റമിക് ബാരിയേഴ്സ് ആൻഡ് സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ആണ് നമുക്കിതിൽ കാണാൻ കഴിയുക. അതേപോലെ തന്നെ വേസ് ടു പ്രൊമോട്ട് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. നമുക്ക് തടസ്സങ്ങൾ ശരിക്കും നമുക്കില്ലേ കൃത്യമായി ഇതിന്റെ ബാരിയേഴ്സിനെ കുറിച്ച് അറിഞ്ഞാല് ആ ബാരിയേഴ്സ് നീക്കി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏതൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാം നമ്മൾ നടത്താൻ പോവുകയാണെങ്കിലും അതിന്റെ ബാരിയേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയെന്ന് പഠിച്ചാല് ഹൗ ടു ഓവർകം ദ ഡിഫിക്കൽട്ടീസ്, ഹൗ ടു ഓവർകം ദ ബാരിയേഴ്സ് എന്ന ചിന്തയിലേക്ക് നമ്മൾ പോകാനും നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആകാനും നമ്മുടെ പ്രോജക്റ്റ് കൂടുതൽ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് കൃത്യമായിട്ട് തന്നെ ബാരിയേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഹൗ ടു ഓവർകം ദ ബാരിയേഴ്സ് എന്ന് പഠിച്ചാൽ വി ക്യാൻ easily implement the inclusive education. Okay, inclusive we can easily set up an inclusive classroom. അതാണ് അതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ആരൊക്കെയാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്, അഥവാ ടീച്ചേഴ്സ്, അതിന്റെ പാരന്റ്സ്, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ, അവിടുത്തെ സൗകര്യങ്ങൾ, അതൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നത്. ആ ഒരു ഭാഗം കൂടി ഇതിൽ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഹൗ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ക്യാൻ ബി ട്രെയിൻഡ് ഫോർ ഇൻക്ലൂഷൻ. എങ്ങനെയാണ് നമ്മൾ ഒരു ടീച്ചറെ അല്ലെങ്കിൽ ഒരു നോർമൽ ടീച്ചറെ ഒരു സ്പെഷ്യൽ ടീച്ചറാക്കി മാറ്റാം എന്നുള്ള ഒരു സംഭവം കൂടി നമുക്ക് അതിലൊന്നും വിശാലമായിട്ടൊന്നും പറയാനൊന്നും ഇതിലില്ല. ജസ്റ്റ് കുറച്ച് ടോപ്പിക്സ് ഇതിലുണ്ടെന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള ബാരിയേഴ്സ് പറയാണ്. ബാരിയേഴ്സ് ടു പ്രൊവൈഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമുക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യാൻ എന്തൊക്കെയാണ് ബാരിയേഴ്സ്? ഇതിൽ ആദ്യം നമുക്ക് അറിയേണ്ടത് എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു ക്ലാസ് കയറിയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 2 ക്ലാസ്സും കേട്ട ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാകേണ്ടതാണ്. 2 ക്ലാസ് കേട്ടിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് ഒരേ ഐഡിയ കിട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഓർക്ക് എന്റെ വക ഒരു അടിപൊളി സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. മനസ്സിലായവർക്ക് സമ്മാനം ഉണ്ടോ പക്ഷേ? എങ്ങനെ മനസ്സിലായവർക്ക് സമ്മാനം ഉണ്ടോ? അല്ല, 2 ക്ലാസ്സും ഫുള്ള് കേട്ടിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് മനസ്സിലാവാത്ത ആളുകൾക്ക് ഐഫോൺ സമ്മാനം. വെരി ഗുഡ്. താങ്കളെ പോലുള്ള ആളുകൾ നമുക്ക് ആവശ്യം. ഓക്കെ, അപ്പൊ ഏതായാലും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു 1ാമത്തെ യൂണിറ്റിന്റെ ക്ലാസ് ഫുള്ള് കേൾക്കണം. കാരണം വെച്ചാലോ ഈ ഒരു ഇനി വരാൻ പോണ 3-4 യൂണിറ്റ് ഒക്കെ ഇതിനെ കുറിച്ചാണ് പറയാം. ബേസിക്കായിട്ട് നമ്മള് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ ഫൗണ്ടേഷൻ ഇടാതെ അല്ലെങ്കിൽ തറ കെട്ടാതെ ഞാൻ ഇന്ന് ചുമര് പഠിക്കാൻ വന്നിക്കുകയാണെന്ന് പറഞ്ഞാല് അതേ അവസ്ഥയാണ് അൻഷിത നേരിടേണ്ടത് ഞാൻ മനസ്സിലാക്കണേ. അൻഷിത നേരത്തെ പറഞ്ഞേ.
ആ അപ്പൊ സത്യം വിളിച്ചൊരു ഉണ്ട്. ഓക്കെ. അപ്പൊ അൻഷിതക്ക് വേണ്ടി മാത്രം, അൻഷിത നമ്മളെ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ആക്റ്റീവായി പങ്കെടുത്തുകൊണ്ട് ഒരു 30 സെക്കൻഡോട് അൻഷിതക്ക് എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് ജസ്റ്റ് പറഞ്ഞുതരാൻ പോകണം. അൻഷിതക്ക് അറിയുണ്ടാവും എങ്കിലും. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്ലാസ് റൂമിൽ നമ്മള് ഈ ഇമ്പയർമെന്റ് ഉള്ള കണ്ണ് കാണാത്തതോ ചെവി കേൾക്കാത്തതോ നടക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ ഉള്ളതോ അങ്ങനെയുള്ള കുട്ടികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തില് ബിൽഡിങ്ങില് ടീച്ചേഴ്സിന്റെ ടീച്ചിങ് മെത്തേഡില് ടീച്ചിങ് സ്ട്രാറ്റജിയില് കരിക്കുലത്തില് ഒക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എത്ര ഇമ്പയർമെന്റ് ഉള്ള കുട്ടി വന്നാലും അവർക്ക് പഠിക്കാൻ കഴിയുന്ന കോലത്തിലേക്ക് നമ്മുടെ സ്കൂൾ സിസ്റ്റം മാറി വരുന്നതാണെങ്കിൽ ആ മാറിയ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏത് കുട്ടിക്കും വരാം, ഏത് കുട്ടി വന്നാലും അവിടെ എന്തെങ്കിലും ആ കുട്ടിക്കും കൂടി പറ്റുന്ന ഒരു സിലബസ്, ആ കുട്ടിക്കും പറ്റുന്ന ഒരു ടീച്ചിങ് സ്ട്രാറ്റജി, ആ കുട്ടിക്ക് പറ്റുന്ന ആക്ടിവിറ്റികൾ, ആ കുട്ടിക്ക് പറ്റുന്ന അസസ്മെന്റ് ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് സാധാരണ കുട്ടികളുടെ കൂടെ ഹാൻഡിക്യാപ്ഡ് ആയ ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികളെ കൂടി ഉൾപ്പെടുത്തി സ്കൂള് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പൊ അതിനെന്തൊക്കെയാണ് തടസ്സം എന്നുള്ളതാണ്. ഒന്ന്, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു ഇംപ്ലിമെന്റ് എന്നുള്ളതാണ്. നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നും അത്ര സിമ്പിൾ അല്ല. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന പോലെ ഇത് ഭയങ്കര ഈസി അല്ല. ക്ലാസ്സിൽ കണ്ണു കാണാത്തൊരു കുട്ടി ഉണ്ടെങ്കിൽ അവന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവന്റെ മൈൻഡിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹാർഡ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ഭയങ്കര ഓപ്പൺ സത്യമാണ്. നമ്മളിങ്ങനെ അത് ഇപ്പൊ നമ്മള് സെൻസറി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഹിയറിംഗ് എക്സ്പീരിയൻസ് കൊടുത്താൽ മതി, ടാക്ടൽ എക്സ്പീരിയൻസ് കൊടുത്താൽ മതി, ആ കുട്ടിക്ക് അനുഭവങ്ങളിലൂടെ പഠിക്കാനുള്ള അവസരം കൊടുത്താൽ മതി എന്നൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ പറയാൻ ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ പ്രാക്ടിക്കലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിന് ഒന്നാമത്തെ തടസ്സം. കാരണം കണ്ടു കാണാത്തതോ ചെവി കേൾക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇമ്പയർമെന്റുള്ള കുട്ടി വന്നാല് അവരെയും കൂടി സാധാരണ കുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക് ആണ്. അത് നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അതൊരു പ്രധാനപ്പെട്ട ടാസ്ക് ആണ്. ഇനി യുനെസ്കോ അതിൽ 3 പ്രധാനപ്പെട്ട ബാരിയേഴ്സ് പറയുന്നുണ്ട്. ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ ആണ്, സിസ്റ്റമിക് ബാരിയർ ആണ് 2, 3 സ്ട്രക്ചറൽ ബാരിയർ ആണ്. ഇതൊക്കെ എന്താണെന്നുള്ളത് ഇനി വരുന്ന സ്ലൈഡുകളിൽ പറയാനുണ്ട്. ആറ്റിറ്റ്യൂഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ അതിലുണ്ട് ആറ്റിറ്റ്യൂഡ്, സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ സിസ്റ്റം, സ്ട്രക്ചറൽ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ. ആ ഒരു വേർഡ് തന്നെ അത് എന്ത് തരം ബാരിയർ ആണ് എന്നുണ്ട്. അപ്പൊ ഈ 3 ടേം നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കണം. ആറ്റിറ്റ്യൂഡിനൽ, സിസ്റ്റമിക് ആൻഡ് സ്ട്രക്ചറൽ. ഓക്കെ. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറയും 3 പോയിന്റും പറയും, 3 വട്ടം പറയും എന്നൊക്കെ പറയും. അഥവാ ആറ്റിറ്റ്യൂഡിനൽ, സിസ്റ്റമിക് ആൻഡ് സ്ട്രക്ചറൽ. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴേ ഏത് സമയത്തും വേണമെങ്കിൽ ആരെടുത്തും ആ 3 ബാരിയർ ഏതൊക്കെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലൈവായി ക്ലാസ് കേൾക്കുന്ന ആളുകൾ ഈ മനസ്സിൽ വെക്കുക, ആറ്റിറ്റ്യൂഡിനൽ, സിസ്റ്റമിക് ആൻഡ് സ്ട്രക്ചറൽ. അപ്പൊ ഞാൻ ഇന്ന് ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് ആരെ വേണമെങ്കിൽ വിളിച്ചിട്ട് ആ 3 ബാരിയർ ഏതൊക്കെ ചോദിക്കണേന് എന്തെങ്കിലും ബാരിയർ ഉണ്ടോ, തടസ്സം ഉണ്ടോ? ഇല്ല സർ. ആർക്കെങ്കിലും അതിന് എതിരഭിപ്രായം ഉണ്ടോ? ഇല്ല. ഈ ആൻസർ എങ്ങാനും ആർക്കും കിട്ടാന്നാൽ എന്താ ചെയ്യണ്ടേ? ഗിഫ്റ്റ് തരാം. ഗിഫ്റ്റ് അല്ല, ഗ്രൂപ്പിൽ ഇമ്പോഷൻ വോയിസ് ഒക്കെ കേൾക്കണ്ട കേട്ടോ. ഓക്കെ, ഡീൽ. ഇത് കേട്ടിട്ട് ആരും ക്ലാസ് ഇറങ്ങി പോകരുത്. നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കൂല. ഇനി നാളെ വരാതിരിക്കരുത്, ബുദ്ധിമുട്ടിക്കൂല. നമ്മളൊക്കെ അമ്മ ആൾക്കാരാണ്. അതുകൊണ്ട് ആരും പോകരുത് പ്ലീസ്. നമുക്ക് നിങ്ങളുടെ പ്രസൻസ് ദാറ്റ് ഈസ് വെരി വാല്യുബിൾ. അപ്പം അങ്ങനെ 3 ടൈപ്പ് ഓഫ് ബാരിയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ആറ്റിറ്റ്യൂഡിനൽ, സിസ്റ്റമിക് ആൻഡ് സ്ട്രക്ചറൽ. പിന്നെ ഈ ബാരിയേഴ്സ് ദാറ്റ് അഫക്ട് ബോത്ത് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. ഇത് ശരിക്കും എല്ലാവരും ബാധിക്കുന്നുണ്ട്. അഥവാ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല, ടീച്ചറുടെ ആറ്റിറ്റ്യൂഡ് ശരിയില്ലെങ്കിൽ അത് ആ ടീച്ചറെ തന്നെ ബാധിക്കുന്നുണ്ട്. 2, നമ്മളെ ആ ഒരു സ്റ്റുഡന്റിനെ ബാധിക്കുന്നുണ്ട്. 3, സൊസൈറ്റിനെ ബാധിക്കുന്നുണ്ട്, പാരന്റ്സിനെ ബാധിക്കുന്നുണ്ട്, എല്ലാവരും ബാധിക്കുന്നുണ്ട്. സോ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഒരു മെന്റൽ തോട്ട് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവം ശരിയായില്ലെങ്കിൽ അത് നമ്മളെ മാത്രമല്ല ചുറ്റും എല്ലാവരെയും ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു 3 ബാരിയേഴ്സിനെയും അഡ്രസ് ചെയ്യാൻ വേണ്ട സൊല്യൂഷൻസ് നിർബന്ധമായി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ ഈ ഒരു യൂണിറ്റിലും ഒക്കെ അതിന്റെ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാല് ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോഴേക്ക് ഒരു ഇൻക്ലൂസീവ് സ്കൂൾ ഉണ്ടാക്കാൻ നമ്മൾ ഏബിൾ ആകണം എന്നൊക്കെയാണല്ലോ. സോ അതിലെന്തുണ്ടാവും, പ്രധാനപ്പെട്ട 3 ബാരിയേഴ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത്.
ഓക്കെ, ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു ഒന്നാമത്തത് ആറ്റിറ്റ്യൂഡിനൽ ബാരിയർ ആണ്. ആറ്റിറ്റ്യൂഡ് ആണ് ഇവിടെ ശരിക്കും ദിസ് ആർ റിലേറ്റഡ് ടു പീപ്പിൾസ് ബിലീഫ്സ് ആൻഡ് ഫീലിങ്സ്. അഥവാ ഞാൻ ഈ സുഖമില്ലാത്ത കുട്ടികളെ അല്ലെങ്കിൽ ഇമ്പയർഡ് ആയ കുട്ടികളെ, ചലഞ്ചറായ കുട്ടികളെ പഠിപ്പിക്കണോ, അല്ലെങ്കിൽ അവർ എനിക്കൊരു ബുദ്ധിമുട്ടാണോ അല്ലേ, അല്ലെങ്കിൽ അത് എനിക്ക് ബ്ലെസ്സിങ് ആണോ അല്ലേ എന്ന തരത്തിൽ എന്റെ വിശ്വാസങ്ങളും അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ വിശ്വാസങ്ങളും അതല്ലെങ്കിൽ പാരന്റ്സിന്റെ വിശ്വാസങ്ങളും അതല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ വിശ്വാസങ്ങളൊക്കെ ഇത് ആറ്റിറ്റ്യൂഡിനൽ ബാരിയേഴ്സിന്റെ ഭാഗത്താണ് വരിക. നമുക്ക് രണ്ടു തരം ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാം. ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം. ഓക്കെ, അപ്പോ പോസിറ്റീവോ നെഗറ്റീവോ ന്യൂട്രലോ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായേക്കാം. ഇവിടെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും വലിയ ബാരിയർ. നമ്മൾ എന്ത് ചെയ്യും, ഒരു ടീച്ചർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇമ്പയർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ ആ കുട്ടി ആ ക്ലാസ്സിൽ വരുന്നത് പരമാവധി മുടക്കാൻ നോക്കും. അത് ശരിയാവില്ല, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പ്രയാസമായിരിക്കും, അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, മറ്റുള്ള കുട്ടികൾക്ക് പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പല മുടന്ത ന്യായങ്ങളും ആ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിലോ ആ കുട്ടി എന്റെ ക്ലാസ്സിൽ ഇരുത്തിക്കോളൂ, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ ചെയ്തോളാം എന്ന രൂപത്തിലായിരിക്കും. ന്യൂട്രൽ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവര് ചില സമയത്ത് സപ്പോർട്ട് ചെയ്യും, ചില സമയത്ത് സപ്പോർട്ട് ചെയ്യില്ല, അതിനോട് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഈ ആറ്റിറ്റ്യൂഡൽ ബാരിയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വെരി കോമൺ ഇൻ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. എന്തൊരു സൗണ്ട് ഇട്ടെ, ആരും പുതിയ ജോയിൻ ചെയ്തതാണോ? ഓക്കെ, നിങ്ങൾ പുതിയ വരുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നില്ലേ? എനിക്ക് അഡ്മിറ്റിന്റെ ഓപ്ഷൻ വരുന്നില്ല, മറ്റുള്ളവർക്ക് വരുന്നുണ്ടാവും ചിലപ്പോ. അല്ല, പുതിയ ആൾ അഡ്മിറ്റ് ചെയ്യുന്നില്ല അപ്പൊ? അത് ജോയിൻ ചെയ്തു എന്നുള്ള മെസ്സേജ് വന്നു. ഓക്കെ, അത്ര മതി. ആരെങ്കിലൊക്കെ ഇപ്പൊ പഠിച്ചോ നേരിട്ടാണ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല, സംഭവം ഇങ്ങോട്ട് ജോയിൻ ചെയ്താൽ മതി. സോ പാരന്റ്സിന്റെ ആറ്റിറ്റ്യൂഡ്, ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്, പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഈ ഇതിനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ, അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനോട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദെയർ എഡ്യൂക്കേഷൻ. ഒരു ഉദാഹരണം പറയാണ്, ഒരു പാരന്റ് ഒരു കുട്ടിക്ക് കണ്ണു കാണില്ല സങ്കല്പിക്കുക. അപ്പം ആ കുട്ടിന്റെ പാരന്റ് വിചാരിക്കുകയാണ്, ഞാൻ ഈ കുട്ടിനെ കോമൺ ആയ സ്കൂൾക്ക് പറഞ്ഞേക്കൂല, കാരണം അവിടെ മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ എന്റെ കുട്ടി ഒറ്റപ്പെടും, അല്ലെങ്കിൽ എന്റെ കുട്ടിക്ക് അത് പ്രയാസമാണ് എന്ന് ഒരു പാരന്റ് ചിന്തിക്കുകയാണെങ്കിൽ അവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടക്കൂല. ഓക്കെ, ആ കുട്ടി ആ പാരന്റ് ചിന്തിക്കുകയാണ്, എന്റെ കുട്ടി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, സ്കൂളിൽ പോയ കുട്ടിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ ചെന്നാൽ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്റെ കുട്ടിനെ കൊണ്ട് ബുദ്ധിമുട്ടാവോ എന്ന രൂപത്തില് ഈ മദർ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു പാരന്റ്സ് ചിന്തിക്കുകയാണ്, ഞങ്ങളുടെ കുട്ടി വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ ആ കുട്ടികൾ വീട്ടിലിരുന്ന് അവർക്ക് പഠിക്കുന്നതും ഈ മെയിൻ സ്ട്രീമിലേക്ക് വന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാകണം തമ്മിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വീട്ടിലിരിക്കുമ്പോൾ ആ കുട്ടി സേഫ് ആണ്, ആ കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ ആളുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. സ്കൂളിൽ വരുമ്പോൾ ആ കുട്ടിക്ക് പല ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കുട്ടി മെയിൻ സ്ട്രീമിലേക്ക് വരണോ അതല്ല വീട്ടിൽ തന്നെ നിൽക്കണോ? മെയിൻ സ്ട്രീമിലേക്ക് വരണം. പക്ഷേ എന്ത് റിസ്ക് എടുത്തു ആ കുട്ടി മെയിൻ സ്ട്രീമിലേക്ക് വരണം. ഈ പറഞ്ഞ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ അതിന്റെ അപ്പുറത്ത് എന്തുണ്ട്, ആ കുട്ടിക്ക് ഞാനൊരു സോഷ്യൽ ബീയിങ് ആണ്, അല്ലെങ്കിൽ തന്റെ സമപ്രായക്കാരുമായിട്ട് എനിക്ക് മിങ്കിൾ ചെയ്യാൻ കഴിയും എന്നുള്ള സെൽഫ് കോൺഫിഡൻസും അവന്റെ സെൽഫ് എസ്റ്റീമും അവന്റെ എല്ലാ സ്കില്ലുകളും ലൈഫ് സ്കില്ലുകളും അതൊക്കെ ബൂസ്റ്റ് ചെയ്യപ്പെടാനും അത് ഷാർപ്പൻ ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ അറിവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്തോ ഇത്തരത്തിൽ ഇമ്പയർഡ് ആയ കുട്ടികളുണ്ടെങ്കിൽ അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരല് നിർബന്ധമാണ്. മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് സാധാരണ സൊസൈറ്റിക്ക്, സാധാരണ കുട്ടികളിലേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്തരത്തിൽ പാരന്റ്സോ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വെച്ച് പുലർത്തിയാല് അത് അവിടെ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അല്ലെങ്കിൽ ആ കുട്ടികൾ അതെന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്യപ്പെടും, ആ കുട്ടികൾ മാർജിനലൈസ് ചെയ്യപ്പെടും, ആ കുട്ടികൾ മാറ്റി നിർത്തപ്പെടും, ആ കുട്ടികൾക്ക് സപ്പോർട്ട് കിട്ടാതെ വരും, ആ കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞു വരും, അല്ലെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകും എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സം. അതുകൊണ്ട് തന്നെ we have to change the attitude of the parents, teachers and all persons, അല്ലെങ്കിൽ all people related to the education system. എങ്ങനെ മാറ്റണം? they should admire inclusive education. തീർച്ചയായിട്ടും എല്ലാവരും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വേണമെന്ന് വാദിക്കുന്നവരാണ്, അതിന്റെ പോസിറ്റിവിറ്റി മനസ്സിലാക്കുന്നവർ ആയിരിക്കണം. ഇനി ജനറൽ പബ്ലിക്കിന്റെ
ഒരു ആറ്റിറ്റ്യൂഡ് റിസൾട്ടിങ് ഇൻ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. അഥവാ ജനറൽ പബ്ലിക്കിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു ഭാഗമാവുക എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ. പീപ്പിൾ തിങ്ക് എഡ്യൂക്കേറ്റിംഗ് ദ ഡിസേബിൾഡ് ഈസ് യൂസ്ലെസ്. ഈ ഒരു മെന്റലി റിട്ടയർഡ് ആയ ഒരാള് സ്കൂൾ പോകുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കുക, എന്താ പോകും സ്കൂളിൽ പോയിട്ട് അവൻ അവിടെ എന്താണ് പഠിക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ കാര്യമുണ്ടോ, നമ്മൾ വലിയ റിസ്ക് എടുക്കുന്ന വല്ല ഉപകാരം ഉണ്ടോ എന്ന രൂപത്തില് ആളുകള് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു എടുക്കുന്ന റിസ്ക് യൂസ്ലെസ് ആണ് എന്ന് ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ജനറൽ ആറ്റിറ്റ്യൂഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ പൊതുവെ ജനങ്ങൾ ചിന്തിക്കുന്നതാണ് ദിസ് ബിലീഫ് കോസസ് എക്സ്ക്ലൂഷൻ ആൻഡ് ഐസൊലേഷൻ. ഇങ്ങനെ യൂസ്ലെസ് ആണ് അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, റിസ്ക് എടുത്തൊരു ഉപകാരം ഇല്ലല്ലോ എന്ന് ചിന്ത ഈ കുട്ടികളെ ഐസൊലേറ്റ് ചെയ്യപ്പെടും. നേരത്തെ പറഞ്ഞ പോലെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും, അതല്ലെങ്കിൽ മാർജിനലൈസ് ചെയ്യപ്പെടും. ആ കുട്ടികൾക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോകും, ആ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ പോകും, കുറെ നഷ്ടങ്ങൾ ആ കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ നിർബന്ധമായും എന്ത് ചെയ്യണം, മെയിൻ സ്ട്രീമിലേക്ക് എത്തിക്കണം. സോ ഇതിൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകുമ്പോൾ ഡിസേബിൾഡ് പീപ്പിൾ ഫേസ് മോർ ചലഞ്ചസ് ഇഫ് ദേ ആർ പുവർ ഓർ ബിലോങ് ടു സർട്ടൻ കാസ്റ്റ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാല് ഇപ്പൊ നിങ്ങളെ പിന്നെ നമ്മളെ തൃശ്ശൂര് ഭാഗത്തൊരു സ്വർണ്ണ വ്യാപാരം ഉണ്ടല്ലോ, എന്താപ്പോ കൊച്ചൗസ്, എന്താ പേര്, അയാളുടെ ഒരു കഥ അറിയോ? അല്ല ഒരു ബ്രദറിനെ കുറിച്ചുള്ള കഥ, പേരൊന്നും കിട്ടുന്നില്ല. ഫേമസ് ആയ ഒരു ഗോൾഡ് വ്യാപാരം. എന്തായാലും അയാളെ കുറിച്ചൊരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കണം. അയാള് ഇതേപോലെ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ വീട്ടിലുണ്ടായിട്ട്, അഥവാ മെന്റൽ റിട്ടാർഡേഷൻ ഐക്യു കുറവുള്ള ഒരാളാണ്. അവരെന്ത് ചെയ്യുന്ന അറിയോ, അവര് ഈ ഡിസബിലിറ്റി ഉള്ള ആളെ അവരുടെ പിന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തു. ടൂർ പോകുമ്പോൾ അവിടെ കൊണ്ടുപോകും, ഒരു ഗസ്റ്റ് ഒന്ന് സ്വീകരിപ്പിക്കും. അങ്ങനെ ഒരു കോമൺ ആയ ഒരാളെ എങ്ങനെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുക അതേപോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് അയാളെ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്റ്റോറി ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഏതൊരു ചാപ്റ്റർ പഠിക്കണം. യെസ്, എന്താ ഒരു പേരുണ്ടായിരുന്നു, ഐ ആം ഹാപ്പി ഡോണ്ട് യു ബിലീവ് എന്നോ എന്തോ ആണ് അതിന്റെ ഒരു പേര്. യെസ്, ഐ ആം ഹാപ്പി ഡോണ്ട് യു ബിലീവ് എന്നോ എന്തോ ആണ്. അഥവാ ചലഞ്ചറായ ആളുകളെ പരിഗണിക്കുന്ന ആളുകളുണ്ട്. അവരെ കൃത്യമായിട്ട് പിന്നെ ഒരു കുടുംബക്കാരുണ്ട്, ആ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല, ഫുൾ വീൽ ചെയറിലാണ്. പക്ഷെ അവന്റെ പാരന്റ്സ് നമ്മുടെ നാട്ടിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അത് ഒരു ജാഥ പോവുകയാണെങ്കിൽ അതിലും ഓനെ വീൽ ചെയറിൽ ഉണ്ടാവും, ഒരു പന്തലെടുക്കുകയാണെങ്കിൽ അതിലും ഉണ്ടാവും, ഒരു ഗാനമേള എടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും, അങ്ങനെ കല്യാണം ആണെങ്കിൽ അവിടെ ഉണ്ടാവും, മരിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാവും. എല്ലാ പ്ലേസിലേക്ക് ആ കുട്ടിനെ കൊണ്ടുവരും. ഓനിപ്പോ ഏകദേശം ഒരു 22 വയസ്സൊക്കെ ഉണ്ടാവും, പക്ഷെ വീൽ ചെയറിലാണ്. നമ്മൾ കാണാനേ വീൽ ചെയറിലാണ്. എല്ലാ പ്ലേസിലേക്ക് ആ കുട്ടിനെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ചലഞ്ചറായ കുട്ടികളെ നമ്മൾ പരിഗണിക്കുന്നിടത്താണ്. ഇനി നോക്കുക, ഇവിടെ പറഞ്ഞാല് ആ കുട്ടി എങ്ങാനും പുവർ ഫാമിലിയിൽ ജനിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ പറഞ്ഞ പോലെ താഴ്ന്ന ജാതിയിൽ ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. കാരണം അവർക്കനുസരിച്ചുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടും, അവരുടെ ചികിത്സ, എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ആ കുട്ടികൾ നേരിടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്ന മറ്റൊരു പോയിന്റ്. അതേപോലെ തന്നെ നമ്മുടെ പബ്ലിക് എന്ന് പറയുന്നത് അഥവാ പൊതുജനങ്ങൾ എന്ത് ചെയ്യും, പൊതുവെ ഇത്തരത്തിൽ ഡിസ്ക്രിമിനേറ്റഡ് ഇമ്പയർഡ് ആയ ആളുകളോട് പറയും ഇതൊന്ന് മാറിക്ക്, അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിൽ നിന്ന് അവരെ മാറ്റി നിർത്താനുള്ള പക്കാ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ പബ്ലിക് വിചാരിക്കുന്നത് അവർ ബുദ്ധിമുട്ടൂലേ, അല്ലെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ടാവൂലേ എന്ന രൂപത്തിൽ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അവരെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. അത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ് എന്നാണ്. അതേപോലെ തന്നെ അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് ദീസ് ആറ്റിറ്റ്യൂഡ്സ്. അപ്പൊ ഇങ്ങനെ ഈ ഇമ്പയർഡ് ആയ കുട്ടികളെ അല്ലെങ്കിൽ ചലഞ്ചറായ കുട്ടികളെ ഈ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാക്കണമെങ്കിൽ ഈ പറഞ്ഞ പാരന്റ്സിനും ടീച്ചേഴ്സിനും പബ്ലിക്കിനും എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. ഇവരുടെ എന്താണ് ലൈഫ്, ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്താൽ എങ്ങനെയാണ്, അവർക്ക് ജോലി, ചെറിയ ജോലി നേടിക്കൊടുത്താൽ എന്തായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന്. നമുക്ക് സൽമാൻ കുറ്റിക്കോട് അറിയോ? സൽമാൻ കുറ്റിക്കോട് എന്താണ് അവനെ കുറിച്ച് എന്താ പറയാ? ഒരു ഇമ്പയർമെന്റ് ആയിട്ടുള്ള ഒരു ചെക്കനല്ലേ, മീൻസ് ഒരു മെന്റൽ റിട്ടാർഡേഷൻ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയിക്കൊണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, റീൽസും കാര്യങ്ങളൊക്കെ.
ഇനാഗുറേഷൻ ആണെങ്കിലും ഭയങ്കര അവര് പോലെ ഓരോ കൂടെ 2 ആളുകൾ അവനെ പ്രൊമോട്ട് ചെയ്ത് ഓനപ്പുറത്ത് ഇന്നോവക്ക് വാങ്ങി അവന് പിന്നെ ഒരു സെലിബ്രിറ്റി ആയി മാറി, ഗൾഫിലൊക്കെ പോയി. കാരണം അവര് ശരിക്കും ഒരു നാട്ടില് ഒതുങ്ങി നിൽക്കേണ്ട ഒരാളാണ്. പക്ഷെ സൊസൈറ്റി അവനെ പരിഗണിച്ചപ്പോ, അവന്റെ ഫ്രണ്ട്സ് അവനൊരു സ്ഥാനം കൊടുത്തപ്പോ അവന്റെ ലൈഫിലുണ്ടായ മാറ്റത്തെ കുറിച്ച് അവന്റെ വീഡിയോസിൽ പറയാറുണ്ട്. സോ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ പരിഗണിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. ടീച്ചേഴ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ആണ് നെക്സ്റ്റ് പറയുന്നത്. മെനി ടീച്ചേഴ്സ് സ്റ്റിൽ റെസിസ്റ്റ് അക്കോമഡേറ്റിംഗ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ഡ്യൂ ടു ഔട്ട്ഡേറ്റഡ് ബിലീഫ്. ഇന്നും അധ്യാപകരുടെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് സാധാരണ കുട്ടികളെ പോലെ മുന്നോട്ട് വരാൻ കഴിയില്ല, അവരെ മേൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല, എത്തരത്തിലുള്ള ഒരു സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സ് അല്ലെങ്കിൽ പഴഞ്ചൻ വിശ്വാസങ്ങൾ ഇന്നും വെച്ച് പുലർത്തുന്ന അധ്യാപകരുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. 2, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്, ഹൗ ടു ഹാൻഡിൽ ദ ഡിസേബിൾഡ് ചിൽഡ്രൻ, ഹൗ ടു ടീച്ച് ദം, ഹൗ ടു ഹാൻഡിൽ ദം എന്നുള്ള ഒരു അറിവ് ഇത്തരം അധ്യാപകർക്ക് ഇല്ല എന്നുള്ളതൊരു മേജർ ബാരിയർ ആണ്. അതൊരു പ്രധാനപ്പെട്ട അതാണ് പറയുന്നത്, ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻ ഹാൻഡ്ലിംഗ് ഡിസേബിൾഡ് ചിൽഡ്രൻ ഈസ് എ മേജർ ബാരിയർ ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇന്നത്തെ കാലത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ. ഇന്ന് DLED ആണെങ്കിലും BEd ആണെങ്കിലും എല്ലാ കോഴ്സിന്റെയും ഈ ഭാഗമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1. 2, ഇതിനു വേണ്ടി സ്പെഷ്യൽ BEd, സ്പെഷ്യൽ കരിക്കുലം, സ്പെഷ്യൽ പ്രോഗ്രാംസ്, ഡിപ്ലോമ അതെല്ലാം ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പറയുന്ന ഒരു പോയിന്റ്. 2, ട്രെയിൻഡ് ടീച്ചേഴ്സ് ആർ വെരി ഫ്യൂ. ഇങ്ങനെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അവരുടെ വർക്ക് എന്ന് പറയുന്നത് എന്തല്ല, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. പലപ്പോഴും അവരെ ഒരു മെയിൻ സ്ട്രീമിലേക്ക്, അതിൽ പറഞ്ഞ പോലെ കോമൺ സ്കൂളിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കുറവാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ കോമൺ ടീച്ചേഴ്സിന്റെ പെർസെപ്ഷൻ, അവരുടെ പ്രൊജുഡൈസസ് അഥവാ അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ മുൻവിധികൾ, ഇതൊക്കെ ഈ കുട്ടികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു. ലീഡ് ടു ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഹിൻഡർ ലേണിംഗ്. അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടുന്നതിന് ടീച്ചേഴ്സിന്റെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഔട്ട്ഡേറ്റഡ് ബിലീഫ്സ് അല്ലെങ്കിൽ അവരുടെ ഫോൾസ് ബിലീഫ്സ് കാരണമാകുന്നുണ്ട് എന്നാണ്. അപ്പൊ ഈ ഒരു ഗണത്തിൽ അഥവാ ഇത്തരത്തിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള, നെഗറ്റീവ് പെർസെപ്ഷൻ ഉള്ള അധ്യാപകരുടെ കൂട്ടത്തില് ഞാനും നിങ്ങളും പെടാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പേപ്പർ പഠിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതേപോലെ തന്നെ ടീച്ചേഴ്സ് വിത്ത് ഹെവി വർക്ക് ലോഡ് ഓഫൻ ഓപ്പോസ് അഡാപ്റ്റിംഗ് ലെസൺ ഫോർ ഇൻക്ലൂസീവ് നീഡ്സ്. നമുക്കറിയാലോ, സ്കൂൾ ടീച്ചേഴ്സ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അവർ ഭയങ്കര എന്താ പറയാ, പോർഷൻ തീർക്കാൻ സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരുടെ ഇടയിൽ ഇത്തരത്തിൽ ഇമ്പേർഡായ കുട്ടികളെ കൊണ്ടുപോയാൽ അവരെയും കൂടി ശ്രദ്ധിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജി ഇല്ല, അതിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു ബാരിയർ ആണ്, തടസ്സമാണ്. അപ്പൊ ടീച്ചേഴ്സിന് പറഞ്ഞു, കോമൺ പീപ്പിളിന് പറഞ്ഞു. അതുപോലെ പിയർ റിലേറ്റഡ് ബാരിയേഴ്സ്. എന്താണ് പിയേഴ്സ് എന്ന് പറഞ്ഞാല്? പിയർ ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾ, സമപ്രായരായ കുട്ടികൾ അല്ലെ, ഒരേ പ്രായത്തിലുള്ള കുട്ടികളാണ്. സോ ഇറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ, ക്രിട്ടിക്കൽ റോൾ ഇൻ സോഷ്യൽ ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ്. നമ്മളെ ഈ LP UP പഠിക്കുന്ന കുട്ടികളല്ലേ, അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുറവ് കണ്ടാലേ അവരത് എടുത്തെടുത്ത് പറഞ്ഞ് കളിയാക്കും. കണ്ണ് കാഴ്ച കുറവുണ്ടെങ്കിൽ കണ്ണൊട്ടാ എന്ന് വിളിച്ചിട്ടും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഹാൻഡിക്കാപ്ഡ് ആണ് എന്ന് നേരിട്ട് പറഞ്ഞിട്ടും, അങ്ങനെ ഈ പലതരത്തിൽ കുട്ടികളെ മെന്റലി ഹരാസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അവര് ബുള്ളിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഇത്തരത്തില് ടീസ് ചെയ്യപ്പെടാനുള്ള, അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഡിസേബിൾഡ് സ്റ്റുഡൻസ് ആർ ഓഫൺ ബുള്ളീഡ് ഓർ ടീസ്ഡ് ബൈ നോൺ ഡിസേബിൾഡ് പിയേഴ്സ്. ഈ ഒരു കുറവില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും, അത്തരം കുറവുള്ള കുട്ടികളെ കളിയാക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ പിയർ ബുള്ളിങ് ഒക്കേഴ്സ് അക്രോസ് ഓൾ ഡിസബിലിറ്റി ടൈപ്സ്. എല്ലാവർക്കും അത്തരം ഡിസബിലിറ്റി, എല്ലാ ടൈപ്സിലുള്ള ആളുകൾക്കും അത്തരം എന്തുണ്ട്, കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞേ. ഒരു കണ്ണ് കാണാത്ത ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടില് പെരിന്തൽമണ്ണ വഴി ഒരിക്കൽ നടന്നു പോയപ്പോ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഏതോ ഒരു ചാനലിൽ നിന്ന് പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. അപ്പൊ അദ്ദേഹം നടന്നു പോയപ്പോ ആരോ ഭിക്ഷ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയണേ. കണ്ണ് കാണാത്ത ആള് നടന്ന് ഇങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കണപ്പോ ആരോ ഭിക്ഷ കൊടുത്തു. എന്താണ് അതിന് ആ കൊടുത്ത ആള്, അതുപോലെ തന്നെ അത് എന്താ പറയാ, ഈ ബ്ലൈൻഡായ വ്യക്തിന്റെയും ഒരു ചിന്ത കടന്നു പോയത് ഏത് വഴിക്കും? ആ ഭിക്ഷ കൊടുത്ത ആളുടെ മാനസികാവസ്ഥ എന്താ?
ഹലോ, സർ കേൾക്കുന്നുണ്ട് സർ. എന്താണ് ഭിക്ഷ കൊടുത്ത ആളുടെ എന്തുകൊണ്ട് അദ്ദേഹം ഭിക്ഷ കൊടുത്തു? ആൾക്കൊരു പാവം തോന്നിയിട്ട് കൊടുക്കണം. പാവം തോന്നിട്ടല്ല, വേറെ നോർമൽ ആയിട്ട് കാണാത്തോണ്ട്, നോർമൽ പീപ്പിളിനെ പോലെ കണ്ടിട്ടുണ്ടാവില്ല. വേറെ നോർമലൈസ് ചെയ്ത് കാണാത്തോണ്ട് അയാൾ അത് വേറെ രീതിയിലാണ് അയാളുടെ കാഴ്ചപ്പാട് പോയിട്ടുണ്ടാവുക. യെസ്, ഇതേ വിചാരിക്കണം എന്താ അറിയോ, ഈ ബ്ലൈൻഡ് ആയ ആളുകള് അല്ലെങ്കിൽ ഇമ്പയർഡ് ആയ ആളുകളൊക്കെ ഭിക്ഷക്കാരായിട്ടാണ് ജീവിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലാണ് സമൂഹത്തിൽ അവരുടെ റോള് എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തിയായിരിക്കും അത് കൊടുത്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ അദ്ദേഹം കണ്ട എല്ലാ ബ്ലൈൻഡ് ആയ ആളുകളും ഭിക്ഷക്കാരായിട്ടുണ്ടാവുക അല്ലെ? സോ ഇത്തരത്തിലുള്ള ഒരു മറവാണ്. ഇനി ആ ഭിക്ഷ കിട്ടുമ്പോ ഈ ബ്ലൈൻഡ് ആയ ആള് പറയാണ്, അത്ര ഞാൻ വേദനിച്ച ഒരു സമയം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. കാരണം എന്താ, ഞാനൊരു സാധാരണ മനുഷ്യനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഞാൻ എൻ്റെതായ ജോലികളൊക്കെ കടന്നുപോയി ജീവിക്കുന്ന ആളാണ്, പക്ഷെ സമൂഹം എന്നെ ഭിക്ഷക്കാരനാക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന പോയിന്റ്. സോ ഇത്തരത്തിലുള്ള ബുള്ളിങ്, ഇത്തരത്തിലുള്ള ടീസിങ് നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വലിയ ബാരിയർ ആണ്. സോ ഡിസേബിൾഡ് സ്റ്റുഡൻസ് ആർ ഓഫൻ റിജക്റ്റഡ് ആൻഡ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ക്ലാസ്മേറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുറവുകളുള്ള കുട്ടികളെ ഒരു ഫ്രണ്ട് ആക്കാനോ കൂടെ കൊണ്ട് നടക്കാനോ അവരെ കൂട്ടിപ്പിടിക്കാനോ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ശ്രമിക്കൂല, അവരതിനെ മുതിരൂല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ്. അവരെന്ത് ചെയ്യും? പിയർ റിജക്ഷൻ ഈസ് എ സിഗ്നിഫിക്കന്റ് ഒബ്സ്റ്റക്കിൾ ടു സക്സസ്ഫുൾ ഇൻക്ലൂഷൻ ഇൻ സ്കൂൾസ്. സോ പിയർ റിജക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അവരുടെ ബുള്ളിങ്, അവരുടെ ടീസിങ്, അവരെ ഡിസ്ക്രിമിനേഷൻ കൂടുതലായിട്ട് ഈ കുട്ടികൾ അനുഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നാണ് പാരന്റൽ ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പെട്ട പോയിന്റുകളൊക്കെ തന്നെയാണ്. പാരന്റ്സ് ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ മേ പ്രിഫർ സെപ്പറേറ്റ് പ്രൊട്ടക്റ്റീവ് ക്ലാസ്സസ്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാനാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചു പോകും, പറയാൻ പറ്റൂല. നമ്മുടെ കുട്ടിക്ക് കണ്ണ് കാണില്ല, ഇപ്പൊ കുട്ടി നമ്മൾ പ്രയാസപ്പെട്ട കുട്ടി ക്ലാസ്സിലേക്ക് ചെല്ലുന്നതും പ്രയാസപ്പെട്ട ആ കുട്ടികളുടെ ബാക്കിയുള്ള കുട്ടികളുടെ കളിയാക്കലുകൾ കേട്ടിരിക്കുന്നതിന്റെ ഒക്കെ ബെറ്റർ എന്റെ കൂടെ എന്റെ കുട്ടിന്റെ വീട്ടിലിരിക്കുന്നതാണെന്നൊരു പാരന്റ് ചിന്തിച്ചാൽ എങ്ങനെ കുറ്റം പറയാ? നിങ്ങളൊക്കെ എന്താ ചെയ്യാ? നിങ്ങൾക്കൊരു ഒരു ബ്ലൈൻഡ് ആയ കുട്ടി, അത് ഇത്തരത്തിലൊരു കുട്ടി അങ്ങനെ പരീക്ഷണമാണ്, ആർക്കും ഇല്ലാതെക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻ കേസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ആ കുട്ടികൾ റിസ്ക് എടുത്ത് സ്കൂൾ പറഞ്ഞേക്കോ? നമ്മളിങ്ങനെ ഇത് പഠിക്കുമ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളൊരു അസ്യൂം ചെയ്തോ കാണി, നമ്മൾ അങ്ങനെ ഒരു ഇമാജിൻ ചെയ്തോ കാണി, നമുക്ക് അങ്ങനെ കുട്ടി ഉണ്ട്, ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് കുട്ടികൾ കളിയാക്കാണ്, അധ്യാപകർക്ക് ആ കുട്ടിയുടെ വലിയ തടസ്സം നമുക്ക് മനസ്സിലാവുകയാണ്, ആ കുട്ടി നമ്മൾ സ്കൂൾ പറഞ്ഞേക്കോ അത് വീട്ടിലിരുത്തോ? അങ്ങനെ ആലോചിച്ച കാണി. വളരെ സിൻസിയർ ആയിട്ടുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീട്ടിലിരുത്തും. നമ്മളെ മക്കള് വേറെ തടസ്സം ആർക്കും ഒന്ന് പറയണ്ടേ? എന്തിനാ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്തോളി, അറിയുന്ന എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നാട്ടിലോ വീട്ടിലോ. നിങ്ങളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇത്തരത്തിലെ കുട്ടികളുണ്ടോ? ഇമ്പയർഡ് ആയ കുട്ടികളുണ്ടോ? ആർക്കില്ല? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഇല്ല സർ. ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ മിനിമം ഇത്തരം ഒരു സെന്ററുകൾ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടിന്റെ പാരന്റ്സിനോട് നിങ്ങൾ സംസാരിക്കണം. വാട്ട് ഡു യു ഫീൽ, ഹൗ ഡു യു മാനേജ്, വാട്ട് ഈസ് യുവർ വ്യൂ, വാട്ട് ഈസ് യുവർ എന്താ പറയാ എക്സ്പെക്ടേഷൻ ഓൺ ഫ്യൂച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേദനിക്കാത്ത പോലത്തെ സംസാരിച്ചു നോക്കണം. ഭയങ്കരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, സോ അപ്പൊ പാരന്റ്സ് പലപ്പോഴും അവരെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ക്ലാസ്സിൽ ഇരുത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ക്ലാസ് റൂമിൽ ഇരുത്തിയാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി എന്നൊരു ചിന്തയിലേക്കൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. മെയിൻ സ്ട്രീം ക്ലാസ്സസ് സീം ഓവർവെൽമിങ് ഫോർ ദെയർ ചൈൽഡ്സ് നീഡ്സ്. കാരണം ഈ മെയിൻ സ്ട്രീം ക്ലാസ്സിൽ ഒരു പക്ഷേ അവര് ഒരു ഓവർവെൽമിങ് ഫോർ ദെയർ ചൈൽഡ്സ്, അവരുടെ കുട്ടികളുടെ കാര്യം കൃത്യമായി നടക്കാതെ പോവുകയോ അല്ലെങ്കിൽ അതിന് അപ്പുറത്തുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ഓവർ മെയിൻ സ്ട്രീം ക്ലാസ്സിൽ ഒരു പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത. അതേപോലെ തന്നെ ഈ പാരന്റ്സ് ഫിയർ അക്കാഡമിക് സെറ്റ് ബാക്ക് ഡ്യൂ ടു ഇൻക്ലൂസീവ് സെറ്റിംഗ്സ്. ഇവർക്ക് ഈ കുട്ടി കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ കിട്ടൂലേ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരൊരു സ്റ്റക്കായി പോവോ, അവര് കൃത്യമായിട്ടൊരു സാധനം അറ്റൻഷൻ കിട്ടൂലേ എന്ന ചിന്താഗതി കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഒരു കോമൺ ക്ലാസ്സിൽ കുട്ടി ഇരുത്തുന്നതും
ഇത്തരം കുറവുകളുള്ള കുട്ടികളെ മാത്രം ഒരു 4-5 പേരെ ഒരു ക്ലാസ്സിൽ എത്തി പഠിപ്പിക്കണം തമ്മിലുള്ള ആ ഒരു പിന്നെ വ്യത്യാസങ്ങള് ഇവന് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ നല്ലത് വേറെ ഇരുത്തുന്നതാണ് എന്ന ചിന്ത ഒക്കെ പാരന്റ്സ് ചിന്തിച്ചുകൂടായില്ല എന്നുള്ളതൊരു സത്യമാണ്. അതേപോലെ കൺസിഡർ ഓൾസോ ഇൻക്ലൂഡ് ബിഹേവിയറൽ ഇൻഫ്ലുവൻസസ് ഫ്രം ഡിസേബിൾഡ് പിയേഴ്സ്. ഇത്തരത്തില് ഇനിയിപ്പോ ഈ നല്ല ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികളുണ്ടല്ലോ, അവരുടെ പാരന്റ്സ് വിചാരിക്കും ഈ കുട്ടിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ. മെന്റലി റിട്ടാർഡ് ഒക്കെ ആണെങ്കിൽ ADHD ഒക്കെ ആണെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും കോമേഴ്സ് എടുത്ത് കുത്തുവോ, അല്ലെങ്കിൽ ആ കുട്ടി വികൃതി കാട്ടുവോ, അത്തരത്തിലുള്ള കൺസേണും മറ്റു പാരന്റ്സിനൊക്കെ ഉണ്ടായിക്കൂടായില്ല. അതുപോലെ ലാക്ക് ഓഫ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് പാരന്റ്സ് ഫോസ്റ്റർ റെസിസ്റ്റൻസ് ടു ഇൻക്ലൂഷൻ. അപ്പൊ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇൻക്ലൂഷൻ വേണ്ടത്, എന്താണ് അവിടെ നടക്കുന്ന പ്രൊസീജിയർ, എന്താണ് ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് ഈ പാരന്റ്സിന് കൃത്യമായി മനസ്സിലാകുന്നില്ലെങ്കിൽ അവര് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ തടയും. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇനി 2 സിസ്റ്റമിക് ബാരിയേഴ്സ് ആണ്. സിസ്റ്റമിക് ബാരിയേഴ്സ് ആണ് അല്ലെ വർഷിത? യെസ് സർ. അവിടെ ഇല്ലേ നോക്കിയതാ 3 ബാരിയേഴ്സ് ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഉണ്ട്. മുന്നിൽ എഴുതിച്ചിട്ടില്ലേ? വെരി ഗുഡ്. ഞാന് ഭയങ്കര പൊട്ടലും നിങ്ങളൊക്കെ ഭയങ്കര ബിരുദന്മാരുമാണ്. എപ്പോ ചോദിച്ചാലും അത് നോക്കി വായിച്ചാ പോരെ? സത്യം, ഞാൻ നോട്ട്ബുക്ക് ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഞാൻ എന്റെ വീട്ടില, അപ്പൊ ഞാൻ വേഗം ഒരു പേപ്പറിന് 3 നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓടുന്ന പട്ടി കുരുമുഴ മുംബൈ എന്നാണ് വർഷിത. ഈ വർഷിത മാത്രമല്ല വേറെയുള്ള പല ആളുകൾ ചോദിച്ചിട്ടുണ്ടാവും. ചില ആളുകൾ ഫോണില് ചിലപ്പോ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ചില ആളുകള് വളരെ സിൻസിയർ ആയ ആളുകള് അത് അപ്പൊ തന്നെ മനസ്സിൽ 4-5 വട്ടം പറഞ്ഞാണ്ട് സുബ്ഹാനല്ലാ ഇൻകേസിന്റെ പേരെ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇത് കിട്ടട്ടെ എന്നുള്ള ആൾക്ക് എനിക്കും വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും ഒന്ന് ഞാൻ അങ്ങനെ ശരിക്കും ബൈഹാർട്ട് ചെയ്തേണ് എന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ അങ്ങനെ ചെയ്തു. ആരാണ് ഞാന്? ലിയ. ലിയ. ഓക്കെ, ലിയ കൺഗ്രാറ്റ്സ്. വാർഷിക ഉടായിപ്പ എന്നുള്ളത് എനിക്ക് പണ്ടേ അറിയാം, അതുകൊണ്ട് ഞാൻ അവളെ തന്നെ പൊക്കിയത്. അപ്പം പിന്നെ ഓക്കെ, ഇനി സിസ്റ്റമിക് ബാരിയേഴ്സ് ആണ് കേട്ടോ. അഥവാ എന്താണ് സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെയാണ്. ദ സ്കൂൾ സിസ്റ്റം ഈസ് റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ ഇൻ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. ഇനി ഈ സ്കൂൾ സിസ്റ്റം ഈസ് റിജിഡ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? സ്കൂളിന്റെ സിസ്റ്റം ശരിക്കും റിജിഡ് ആണോ? നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങള് അതിന്റെ ഒരു സിസ്റ്റം അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ റിജിഡ് ആണോ എന്നുള്ള ചിന്ത? സ്കൂൾ ഭയങ്കര ബിസി ആണോ, റിജിഡ് ആണോ, അങ്ങനെ പെട്ടെന്ന് മാറ്റം വരുത്താൻ പറ്റാത്ത ഒരു സാധനമാണോ? റിജിഡ് അല്ലേ? അങ്ങനെ ആണോ? ആണ്. പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരാൻ പോസിബിൾ അല്ലല്ലോ. അവര് ശരിക്കും ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ആണ്, ലിമിറ്റഡ് ഫെസിലിറ്റീസ് ആണ് അല്ലെ? കാരണം നമ്മുടെ നാട്ടില് പല എവിടെയൊക്കെ വികസനം വന്നു എന്ന് പറഞ്ഞാലും ശരിക്കും ഒരു യഥാർത്ഥ വികസനം ഒരു നാട്ടില് വരിക എന്ന് പറഞ്ഞാല് പ്രീ സ്കൂൾ മുതൽ അല്ലെങ്കിൽ പ്രൈമറി തലം മുതൽ ലോവർ പ്രൈമറി മുതൽ അവിടെയാണ് ശരിക്കും നല്ല ഒരു മാറ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടാവണ്ടേ. ഇന്ന് കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും പല സർക്കാർ സ്കൂളാണെങ്കിലും എയ്ഡഡ് സ്കൂളാണെങ്കിലും ഒരു നമ്മൾ പറഞ്ഞ മാർക്കറ്റിൽ പോയാൽ എങ്ങനെയാണോ അങ്ങനെയാണ് പല സ്കൂളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല്. കുട്ടികൾക്ക് പ്രൈവസി ഇല്ല, നോയിസ് പൊല്യൂഷൻ ഇഷ്ടം പോലെ ഉണ്ട്, കൃത്യമായി നല്ല വൃത്തിയുള്ള ബാത്റൂമുകളില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നും നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വല്ലാത്ത അവസ്ഥയാണ്. ഇനി പറഞ്ഞ പോലെ ഡിസേബിലിറ്റി ഉള്ള കുട്ടികൾ ഇവരെ പോട്ടെ, അവരെങ്ങാനും വന്നു കഴിഞ്ഞാൽ അവർക്കുള്ള ബാത്റൂം, അവർക്ക് നടക്കാനും ഇരിക്കാനും കളിക്കാനും എന്നുള്ള ഒരു സാധനം ഇല്ലാത്ത കുറെ സ്കൂളുകളുണ്ട്. പക്ഷെ ഇപ്പൊ പിന്നെ കുറെ നിയമമാണ്. ഇപ്പൊ ഒരു പുതിയ ബിൽഡിങ്ങിന് സാങ്ഷൻ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള പിന്നെ റാമ്പും ഇതൊക്കെ ഉണ്ടാവണം നിർബന്ധമാണ്. അതുകൊണ്ട് അതൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉപയോഗം എന്താന്ന് പോലും അവിടുത്തെ പല ആളുകൾക്കും അറിയാത്ത അവസ്ഥയാണ്. ഇപ്പോഴും വന്നിട്ടില്ല. എവിടേക്കറിയോ? നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജികളിലേക്കോ കരിക്കുലത്തിലേക്കോ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. എത്തിക്കുന്നത് എവിടെ വെച്ചാല് ഈ പിന്നെ കുട്ടികൾക്ക് വരാനും പോകാനുള്ള ഒരു പിന്നെ ആ വീൽ ചെയർ വരാനും പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു പ്രാക്ടിക്കലായി ഈ ഒരു കുട്ടികളെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുള്ള സാധനം സ്കൂൾ ഉണ്ടോ എന്ന് വെച്ചാൽ എന്റെ എക്സ്പീരിയൻസിൽ ഇല്ല എന്നാണ് അത് പറയാനുള്ള സാധ്യത. സോ അപ്പോ
സ്കൂൾ ഭയങ്കര റിജിഡ് ആണ്, ഇൻഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ആ ഒരു കരിക്കുലം അതുപോലെ തന്നെ ഈ ഒരു ഇൻക്ലൂസീവ് ഇൻസ്ട്രക്ഷൻസ് ഒന്നും ഫോളോ ചെയ്യാനുള്ള ഒരു പ്രാപ്തി നമ്മുടെ ഇതിനായിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, സ്റ്റാൻഡർഡൈസ്ഡ് ഇവാലുവേഷൻ ഡസ് നോട്ട് കാറ്റർ ടു ഡൈവേഴ്സ് ലേണേഴ്സ് നീഡ്സ്. സ്റ്റാൻഡർഡൈസ്ഡ് ഇവാലുവേഷൻ വേണം, ഇവരെ കൃത്യമായിട്ട് അസസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമുക്കുള്ള ആകെ ഇവാലുവേഷൻ എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക, പരീക്ഷ എഴുതുക, പോരുക. ഇനി സ്ക്രൈബ് വെച്ചിട്ട് ഉള്ള ഒരു സിസ്റ്റം കൂടി അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു സിസ്റ്റം ഇല്ല എന്നുള്ളതാണ് സത്യം. അഥവാ ഇപ്പോൾ നമ്മൾ സ്കൂളിൽ കുട്ടിക്ക് എഴുതാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു കൈയില്ലെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഇന്നും ആൻസർ ഇല്ല, അല്ലേ? അപ്പൊ നമ്മൾ ഒരു കൈയില്ല, ആ കുട്ടി എങ്ങനെയാണ് നോട്ട് എഴുതിയെടുക്കേണ്ടത്? നമ്മുടെ സ്കൂളിൽ ഇപ്പൊ എന്താ സംവിധാനം ഉള്ളത്? ഒന്നുമില്ല. ഇനിയിപ്പോ ശരിയാക്കാത്ത കുട്ടിക്ക് വന്നാല് ആ കുട്ടിക്ക് കാണണം, ഈ ടീച്ചർ പറയുന്ന എല്ലാ സംഭവങ്ങളും കുട്ടിക്ക് കാണണം, ടെക്സ്റ്റ് കാണണം. ഒരു സംവിധാനം ഇപ്പൊ നിലവിലില്ല. ഒരു സ്മാർട്ട് ടി വി ഒക്കെ ഉള്ള സംവിധാനം കുറച്ചൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അത്ര എന്തല്ല അപ്ഡേറ്റഡ് ആയിട്ടില്ല. അപ്പൊ അത് സിസ്റ്റമിക് ബാരിയേഴ്സിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ അമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈസ് വീക്ക് ആൻഡ് അൺകോർഡിനേറ്റഡ്. അഥവാ ടീച്ചേഴ്സും പാരന്റ്സും മാനേജ്മെന്റും ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ, എന്തിന്റെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായുള്ള കമ്മ്യൂണിക്കേഷൻ പറയട്ടോ. അതുപോലെ സ്കൂൾ പ്രാക്ടീസസ് ആർ നോട്ട് കണ്ടക്റ്റീവ് ഫോർ പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നിലവില് സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്കൂളിലെ പ്രാക്ടീസസ്, അവിടുത്തെ പ്രോഗ്രാംസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യണതല്ല, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് അക്കോമഡേറ്റ് ചെയ്യുന്നതല്ല. അതേപോലത്തെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നീഡ്സ് മോർ സപ്പോർട്ടീവ് ആൻഡ് കൊളാബറേറ്റീവ് സിസ്റ്റം. അതാ പറയണത്, ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും ടീച്ചേഴ്സും കമ്മ്യൂണിക്കേഷനും അവിടുത്തെ സിലബസും കരിക്കുലും ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയാണ് സിസ്റ്റമിക് ബാരിയേഴ്സ് എന്ന് അവിടെ പറയുന്നത്. ഇനി ഇവിടെ ഒരു സബ് പോയിന്റ് ആണ് കരിക്കുലം ആസ് എ ബാരിയർ. കരിക്കുലം എന്നുള്ള സാധനം എന്താണെന്ന് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസം എന്താ? നിങ്ങൾക്ക് ഈ കരിക്കുലം നിങ്ങൾക്ക് ഒരു പേപ്പറെ പഠിക്കാനുണ്ടായിരുന്നോ? ലാംഗ്വേജ് അക്രോസ് കരിക്കുലം കരിക്കുലത്തെ കുറിച്ച് കുറച്ചില്ല പറയുള്ളൂ. ടൈപ്സ് ഓഫ് കരിക്കുലം പറയുന്നുണ്ടോ? ഇല്ല. ചിലപ്പോ പഠിക്കാനുണ്ടാവും. ചിലപ്പോ ഇനി ഇനി സമ്മില്ലല്ലോ, ഈ സമ്മിലുണ്ടോ എന്ന് അറിയില്ല, കൃത്യം എനിക്കറിയില്ല. പൊതുവെ ഉണ്ടാവാറുണ്ട് ടൈപ്സ് ഓഫ് കരിക്കുലം അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ കുറെ സംഭവങ്ങൾ പഠിക്കാറാണ്. സോ എനിവേ, എക്സിസ്റ്റിംഗ് കരിക്കുലം ഫെയിൽസ് ടു അഡ്രസ് ഡൈവേഴ്സ് സ്റ്റുഡൻസ് നീഡ്സ്. ഇന്ന് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കരിക്കുലത്തിലേക്ക് ഒരു ഇമ്പയർഡ് ആയ കുട്ടി വന്നാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ട്. അഥവാ അത്തരം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ മീറ്റ് ചെയ്യാൻ മാത്രം ഇന്നത്തെ കരിക്കുലം വളർന്നിട്ടില്ല, അല്ലെ? ഇറ്റ് ലാക്സ് ഫ്ലെക്സിബിലിറ്റി ഫോർ ലോക്കൽ അഡാപ്റ്റേഷൻ ആൻഡ് ഇന്നോവേഷൻ. ഫ്ലെക്സിബിലിറ്റി. ഇന്ന് ഒരു കുട്ടി വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ കരിക്കുലത്തിന് ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ടീച്ചിങ് മെത്തേഡ്സ് റിമെയിൻ സബ്ജക്ട് സെന്റേർഡ് ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റുഡന്റ് ഫോക്കസ്ഡ്. ഇന്നും സ്കൂളിൽ നടക്കുന്നത് സബ്ജക്ട് സെന്റേർഡ് ആണ്. അഥവാ ആ പാഠം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് വേണ്ട രൂപത്തിൽ പാഠം കിട്ടുക എന്നുള്ളതല്ല എന്നുള്ളതാണ്. ഈ ഇലക്ഷനിൽ ഒരു സ്ഥാനത്ത് പറഞ്ഞല്ലോ, ഞാൻ തരുന്നത് നിങ്ങൾ വാങ്ങുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടതാണ് ഞാൻ തരേണ്ടതെന്ന് പറഞ്ഞിട്ടൊരു ഏതൊരു യങ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് പറഞ്ഞൊരു ശ്രദ്ധയിൽപ്പെട്ടു. അതേപോലെയാണ് ശരിക്കും ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ ചോയ്സ് ആണ്. ഇന്ന് കഥ പറഞ്ഞാണ് പഠിക്കേണ്ടത്, ഇന്ന് ഗെയിം കളിച്ചാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് റൂമിന് പുറത്താണ് പഠിക്കേണ്ടത്. അത്തരത്തില് സ്റ്റുഡന്റ് ചോയ്സ് നൽകണം എന്നാണ് ശരിക്കും പ്രാക്ടിക്കൽ ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് പറയാം. കുട്ടികൾക്ക് ചോയ്സ് കൊടുക്കണം എന്നാണ്. ആ ചോയ്സ് അവർ സെലക്ട് ചെയ്തിട്ട് അതനുസരിച്ച് പഠിപ്പിക്കാൻ, നമ്മൾ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പഠിപ്പിക്കാനുള്ള ഏബിളായ അധ്യാപകർ വേണം. അതിന് കുറച്ച് ക്രിയേറ്റീവ് ആകണം. സോ അത്തരത്തില് നമ്മുടെ സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ കരിക്കുലം ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അഥവാ സബ്ജക്ട് ഓറിയന്റഡ് ആണ്, സിലബസ് ഓറിയന്റഡ് ആണ്. അത് ഏത് കുട്ടി വന്നാലും ആ പഠിപ്പിക്കുന്ന രൂപത്തിൽ പഠിച്ചോളണം, അല്ലെ? ഇപ്പൊ നമ്മൾ സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കും, അത് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണെങ്കിലും തീരെ ബൂത്തില്ലാത്ത കുട്ടിയാണെങ്കിലും എന്ത് ചെയ്യണം? ആ ക്ലാസ് കേട്ടോളണം, ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോളണം, അല്ലെ? അങ്ങനെയല്ല എന്ന് നടന്നുകൂടെ? അങ്ങനല്ലേ നടന്നു പോണത്?
ഹലോ, ഞാനിവിടെ അല്ലേ? ഹലോ സർ, ഉണ്ട്. ഞാൻ ചോദിക്കാം. ഞാനില്ലെന്ന് പോലും എനിക്ക് അറിയണില്ല. നിങ്ങളുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. സാർ എന്താ പറഞ്ഞെന്നറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ആയതിന്റെ ഇടയിൽ. ഞാൻ കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരു പാഠം പഠിപ്പിക്കാണ്ട്, 3 ക്ലാസ് പഠിപ്പിക്കാണ്ട്. ഈ 3 ക്ലാസ്സിലും നിങ്ങൾ 3 രൂപത്തിലാണ് പഠിപ്പിക്കണ്ടാവുക, അതല്ല ഒരേ രൂപത്തിൽ പഠിപ്പിക്കണ്ടാവുക. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇന്നയും നിങ്ങളെയും കൂടെ കൂട്ടിയിട്ടാണോ? ഞാൻ എന്ത് വലിയ സംഭവം, നിങ്ങളൊക്കെ പൊട്ടന്മാര്, അങ്ങനല്ല. നമ്മൾ ആയിക്കോട്ടെ, എങ്ങനെ പഠിപ്പിക്കണ്ടാവുക? രീതിയിലാവും. 3 രീതിയിൽ പഠിപ്പിക്കോ? 90% ടീച്ചേഴ്സും ഒരേ രീതിയിൽ പഠിപ്പിക്കുക. ഇനി ഏതെങ്കിലും കുറച്ച് ക്രിയേറ്റീവായി ചിന്തിക്കുന്ന ടീച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ക്ലാസ്സിലേക്ക് ഈ മെത്തേഡാണ് സ്യൂട്ടബിൾ, ഈ ക്ലാസ്സിലേക്ക് ഈ രീതി പഠിപ്പിച്ചാലേ മനസ്സിലാവുള്ള കുട്ടികൾക്ക് എന്ന രൂപത്തിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് അല്ലെങ്കിൽ സെലക്റ്റീവായി പഠിപ്പിക്കുള്ളൂ. അല്ലാത്തതൊക്കെ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ 3 പോയി പഠിപ്പിക്കും, ഒരേപോലെ പഠിപ്പിക്കും. 3 ഉള്ള കുട്ടികളുടെ ആ ഒരു കോമൺ കൾച്ചർ എന്നുള്ള ഡിഫറെന്റ് ആയിരിക്കാം. ഡിഫറെന്റ് ആണെങ്കിൽ ഡിഫറെന്റ് മെത്തേഡ്സ് മസ്റ്റ് ബി യൂസ്ഡ്. പക്ഷെ നമ്മൾ ഏബിൾ അല്ല എന്നുള്ളതാണ് പ്രശ്നം. സോ അത്തരത്തിൽ തിരിച്ചറിയുന്ന അധ്യാപകരായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ദ ടീച്ചേഴ്സ് നീഡ് ടു വർക്ക് വിത്ത് സ്പെഷ്യലിസ്റ്റ് ഫോർ ഇൻക്ലൂസീവ് ലെസൺ പ്ലാനിങ്. ശരിക്കും ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എത്തണമെങ്കിൽ സ്പെഷ്യൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അറിയണം. അതിനുവേണ്ടി നമ്മൾ സ്പെഷ്യലിസ്റ്റ് കൂടി ഇരിക്കണം. അതിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ എക്സ്പേർട്ട് ആവണം എന്നുള്ളതാണ് പറഞ്ഞത്. Then exam should assess what students have learned using multiple format. ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തുകൊണ്ട് എല്ലാവരും ഒരേ പരീക്ഷ നടത്തിയിട്ട് കാര്യമില്ല എന്നാ പറയണേ. പല ആളുകൾക്കും പല സ്കില്ലും പല രൂപത്തിലാണ് അവർക്ക് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയ അസസിങ് മെത്തേഡ്സ് വേണം. കാരണം ഈ പറഞ്ഞ പോലെ കണ്ണടത്ത കുട്ടിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് കാര്യമില്ല. അതല്ലെങ്കിൽ തീരെ മൂവ്മെന്റില്ലാത്ത കുട്ടിയെ കൊണ്ട് ചിലപ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അവർക്ക് എന്താണോ കഴിയുക ആ രൂപത്തിൽ അവർ അസസ് ചെയ്യാൻ നമുക്ക് പറ്റണം എന്നൊക്കെ ഉള്ളതാണ്. അതതിന് പറ്റണില്ല എന്നുള്ളതാണ് ബാരിയർ. അപ്പൊ ഇതിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളത്? നമ്മുടെ കരിക്കുലം ഫ്ലെക്സിബിൾ അല്ല എന്നുള്ള പ്രശ്നമുണ്ട്. നമ്മുടെ ഇതേപോലെ അഡാപ്റ്റ് ചെയ്യാൻ കുട്ടികളെ ഏത് കുട്ടിയെ ഉൾപ്പെടുത്താനുള്ള ടീച്ചിങ് സ്ട്രാറ്റജിയോ ടീച്ചേഴ്സോ ആ മെത്തേഡ്സോ നമുക്കില്ല. അതൊക്കെ നമ്മുടെ ബാരിയർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ അസസ്മെന്റ് സിസ്റ്റം അത് ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളത് നമ്മുടെ ബാരിയർ ആണ്. ഇനി ടീച്ചർ പീപ്പിൾ റേഷ്യോ ഇൻ ദ ക്ലാസ് റൂം ആണ്. ശരിക്കും നമ്മുടെ ഈ LP UP സെഷനിലൊക്കെ എത്ര കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവേണ്ടത് അറിയോ? ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ എത്രയാണ്? റേഷ്യോ എത്രയാണ്? എത്ര കുട്ടികളുണ്ടായാലും എന്താ? എയ്ഡഡ് സ്കൂളാണത് കാര്യമായിട്ട് നോക്കുക. ഇന്ന് LP UPയിലേക്ക് 30 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ ഉണ്ടാവേണ്ടത്. ആ 30 കുട്ടികൾ കഴിഞ്ഞാൽ 31ാമത്തെ കുട്ടി വന്നാലാണ് രണ്ടാമത്തെ ഒരു B ബാച്ച് അല്ലെങ്കിൽ A B C എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിവിഷൻസ് ഉണ്ടാവില്ലേ, ആ ഒരു ഡിവിഷൻസ് എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. അത് LP UP ഹൈസ്കൂൾ വരെയൊക്കെ അങ്ങനെയാണെന്ന് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ. ഹയർ സെക്കൻഡറി ആകുമ്പോഴേക്കും അത് മാറും. എനിക്ക് തോന്നുന്നത് +1 എത്ര സീറ്റ്? 55 ഒക്കെ സീറ്റില്ലേ +1 ഇപ്പോ മൊത്തം? അറിയോ? നോ ഐഡിയ സർ. ഓക്കെ, അതിങ്ങനെ എനിക്ക് തോന്നുന്നത് ആദ്യം 45 50 ആയിരുന്നു. പിന്നെ ഈ സർക്കാർ ഇങ്ങനെ സീറ്റ് വർദ്ധിപ്പിച്ചു, കുട്ടികളെണ്ണം കൂടിയപ്പോ 50 ഉള്ളത് 53 55 ആക്കി എന്നാണ് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. സോ ഓവർ ക്രൗഡഡ് ആണ്. അത്രയും ശരിക്കും ഐഡിയൽ എത്ര വരെയൊക്കെ ഐഡിയൽ ഒരു ടീച്ചർക്ക് മാനേജ് ചെയ്യാവുന്ന ഐഡിയൽ നമ്പർ എത്ര വരെയാണ്? 20 to 30 ആവും. ഈ 30 ഒക്കെ തന്നെയാണ്. 30 ഒക്കെ തന്നെ, ഏകദേശം 30 ആണ് കേട്ടോ. കാരണം ആ കുട്ടികളാണ് ആ ടീച്ചർക്ക് കൂടുതൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കണമെങ്കിൽ ആ ഒരു ഇതാണ്. സോ ഈ സ്റ്റുഡന്റ് പീപ്പിൾ റേഷ്യോ കൂടി കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഹൈ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ലിമിറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. കാരണം എന്താ പറയുക, ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഓരോ കുട്ടിക്കും അറ്റൻഷൻ കിട്ടണം. സോ അത് ഒരു എന്താണ് ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ നടക്കൂല എന്നുള്ളതാണ് മറ്റൊരു ബാരിയർ. ഇറ്റ്സ് ഹാർഡ് ടു മീറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ് ഇൻ ഓവർ ക്രൗഡഡ് സെറ്റിംഗ്സ്. അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും നിറവേറ്റാൻ
ആ ടീച്ചർക്ക് പറ്റൂല. അതുപോലെ തന്നെ ടീച്ചർ സ്ട്രഗിൾ ടു മാനേജ് ബോത്ത് ജനറൽ ആൻഡ് സ്പെഷ്യൽ നീഡ് ഇഫക്റ്റീവ്ലി. ഈ സാധാരണ കുട്ടികളെയും അതുപോലെ തന്നെ ഈ SW അല്ലെ, എന്തേനു SWFN അറിയോ? SW എന്ത് പറയേ? SWSN എന്താ ഫുൾ ഫോം? SWSN ആർക്കും അറിയില്ല? യെസ്, സ്റ്റുഡൻസ്. W വിത്ത്, യെസ് സ്പെഷ്യൽ, N നീഡ്സ്. ഒന്നാമത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണത് SWN. ഓക്കെ, കേൾക്കില്ലേ? വോയിസ് കേൾക്കില്ലേ? ഞാൻ ഒന്നാമത്തെ ക്ലാസ്സിൽ കേറിയിട്ടില്ല. ഓ, എന്തൊരു അഭിമാനം. ആരോ പറഞ്ഞ ഇന്നെനിക്കേറ്റം അഭിമാനമുണ്ടതിൽ അല്ലേ? ഒന്നാമത്തെ ക്ലാസ് കയറില്ല എന്നുള്ളതുകൊണ്ട് എനിക്കറിയില്ല ടീച്ചറെ. നമ്മൾ ഈ ഓവർക്ക് ചെയ്യുമ്പോഴെ കുട്ടികളെ പറയാം ഇന്നലെ ലീവേനു, അല്ലെങ്കിൽ അന്ന് ഓവർക്ക് എന്നപ്പോ ലീവേന്ന് പറയും. ഭയങ്കര അഭിമാനത്തോടു കൂടി പറയും. അത് എല്ലാ വിദ്യാർത്ഥി സമൂഹവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് തെറ്റല്ല, ആരും തെറ്റല്ല, അധ്യാപകർ തെറ്റല്ല, വിദ്യാർത്ഥികൾ തെറ്റല്ല. സോ എനിവേ, ഈ ഓവർ ക്രൗഡഡ് ആയ ക്ലാസ് റൂം ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് എതിരാണ്, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതേപോലെ തന്നെ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് മേ ഫീൽ ഐസൊലേറ്റഡ് ഓർ ഇഗ്നോർഡ് ഇൻ ലാർജ് ക്ലാസ് റൂം. കുറെ കുട്ടികളുണ്ടെങ്കിലേ ഈ കുട്ടികൾക്ക് പരിഗണന കിട്ടൂല. അങ്ങനെ കിട്ടാതാവുമ്പോ എന്ത് ചെയ്യുന്നറിയോ? ഈ കുട്ടികളെ ഞാൻ ഒറ്റപ്പെടുന്നുണ്ടോ, എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ലേ എന്നൊരു തോന്നലൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ടാവും. ലോവർ റേഷ്യോസ് ആർ എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റേഷൻ. അപ്പൊ അതിനൊക്കെ മനസ്സിലാണ് എന്താ? സ്റ്റുഡന്റ് ടീച്ചർ റേഷ്യോ കുറയണം. ഒരു 20:1 അങ്ങനൊക്കെ ആണെങ്കിൽ ആ കുട്ടികളൊക്കെ ഒന്ന് പരസ്പരം എല്ലാവരും ഒന്ന് നോക്കാനൊക്കെ ടീച്ചർക്ക് പറ്റും. 30 വരെയൊക്കെ കുഴപ്പമില്ല. അതിന് കൂടുതലാണെങ്കിൽ അത് ഓവർ ക്രൗഡഡ് ക്ലാസ് റൂം ആയിരിക്കും. അവിടെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രാക്ടിക്കലൈസ് ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇതുവരെ ഇങ്ങനെ വന്നു പോയ ആ ഒരു ടോപ്പിക് അല്ല ഇവിടുന്ന് ഒരു ഒന്നുണ്ട്. ഇവിടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ യൂസ്ഡ് ഇൻ ദ ക്ലാസ് ഇൻ ദ ക്ലാസ് പറഞ്ഞിട്ട് ഒരു ചെറിയ സബ് ടോപ്പിക് ആയിട്ട് വന്നതാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ ആ ടീച്ചറുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ റോങ് സൈഡ് എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. കോംപ്ലക്സ് ലാംഗ്വേജ് ആൻഡ് അൺക്ലിയർ ബോഡി ലാംഗ്വേജ് ക്യാൻ കൺഫ്യൂസ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. ഈ ടീച്ചർ ഉണ്ടല്ലോ, നമുക്കറിയില്ലേ, നമ്മളിപ്പോ സംസാരിക്കുമ്പോ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോ എന്റെ ഭാഷയിലൂടെ എനിക്ക് എന്റെ ആശയം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് എന്നാണ് പറയാം. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അഥവാ ഒരു 7% മുതൽ 30% വരെ, 15% എന്നൊക്കെ പറയാറുള്ളത്, പരമാവധി 30% വരെയൊക്കെയാണ് എനിക്ക് എന്റെ ഭാഷ കൊണ്ട് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിക്കാൻ കഴിയാം, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ കഴിയാം. ബാക്കിയുള്ള 70%, അല്ലെങ്കിൽ ഒരു 50% കൂട്ടിക്കോ. ആ 50% നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ സ്ട്രെസ്, നമ്മുടെ സ്പീഡ്, ടോണ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മുടെ ഐ കോണ്ടാക്ട്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളെ കൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ പലതും മിസ്സാവും, റൈറ്റ്? സോ ടീച്ചറുടെ ലാംഗ്വേജ്, ടീച്ചറുടെ ബോഡി ലാംഗ്വേജ്, ടീച്ചറുടെ സ്പീഡ്, അതൊക്കെ കുട്ടികൾക്ക് അക്കോമഡേറ്റ് ചെയ്യുന്ന, അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ആകണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. 2, ടീച്ചേഴ്സ് മേ wrongly assume that these students are not capable or simply because they don't respond in expected ways. ഈ കുട്ടികൾക്ക് അങ്ങനെ കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിവില്ല, ഞാനിപ്പോ അതിൽ പ്രത്യേകിച്ച് പോലെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, അവർക്ക് അതിന് പറ്റൂല എന്ന് ടീച്ചർ റോങ് ആയി അസ്യൂം ചെയ്യുന്നതും നമ്മുടെ ഒരു ബാരിയറാണ്. അപ്പൊ ഈ ഇത്തരം ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സെൻസ് വീക്ക് ആണെങ്കിൽ വേറൊരു സെൻസ് ഭയങ്കരമായി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ടീച്ചർ അവരെ കൊണ്ട് പറ്റൂല എന്നൊരു അസംഷൻ ടീച്ചർ വരുത്തിയാൽ അതും നമ്മുടെ ഒരു ബാരിയറാണ്. അതേപോലെ തന്നെ ടീച്ചറുടെ ഒരു എക്സ്പെക്ടേഷൻ, അഥവാ ലോ എക്സ്പെക്ടേഷൻ ഫ്രം ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ റിസൾട്ട് ഇൻ ലോ എക്സ്പെക്ടേഷൻ ഫോർ ടീച്ചേഴ്സ് വിച്ച് ലിമിറ്റ് സ്റ്റുഡൻസ് ചാൻസസ് ടു ഗ്രോ ആൻഡ് ലേൺ. അപ്പൊ ടീച്ചർക്ക് കുട്ടിയിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ ലോ ആയി കഴിഞ്ഞാൽ അത് അവരുടെ റിസൾട്ടിനെ ബാധിക്കും, അവരുടെ ചാൻസിനെ ബാധിക്കും, അവരുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ഓക്കെ, അപ്പോ ആസ് എ ടീച്ചർ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ക്ലാസ്സിൽ ഒരു ചലഞ്ചറായ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയിൽ നമ്മൾ വിശ്വസിക്കണം.
ആ കുട്ടി നമ്മൾ പലതും എക്സ്പെക്ട് ചെയ്യണം, ആ കുട്ടിക്ക് അവസരങ്ങൾ കൊടുക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. Then discriminate ചെയ്താൽ, discrimination may occur when students are excluded from class discussion or not given equal support. അപ്പൊ ഈ കുട്ടിയെ മാറ്റി നിർത്തിയാല് ആ കുട്ടിക്ക് എക്സ്ക്ലൂഡിങ് ഫീലിംഗ് ഉണ്ടാവും, ആ കുട്ടിക്ക് ഐസൊലേറ്റഡ് ആയ ഫീലിംഗ് ഉണ്ടാവും, ഡിസ്ക്രിമിനേറ്റഡ് ആയി എന്നുള്ള ഫീലിംഗ് ഉണ്ടാവും. അത് അവന്റെ സെൽഫ് എസ്റ്റീമിനെ ബാധിക്കും, സെൽഫ് ആക്ച്വലൈസേഷനെ ബാധിക്കും, അവന്റെ കോൺഫിഡൻസിനെ ബാധിക്കും. അതൊന്നും ഇല്ലാതിരിക്കാന് നോക്കണം. ഇതൊക്കെ ഉണ്ടായാൽ അതൊക്കെ നമുക്കൊരു ബാരിയർ ആണ്. അതേപോലെ തന്നെ യൂസിങ് ക്ലിയർ സിമ്പിൾ ലാംഗ്വേജ് ആൻഡ് ഇൻക്ലൂസീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഭാഷ, അതിന്റെ സ്പീഡ്, ക്ലാരിറ്റി, സൗണ്ട് അതൊക്കെ അവർക്ക് സൂട്ടബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഹെൽപ്സ് ഓൾ സ്റ്റുഡൻസ് എസ്പെഷ്യലി ദോസ് വിത്ത് ഡിസബിലിറ്റീസ്. നമ്മൾ വളരെ ക്ലിയർ ആയി വളരെ സിമ്പിൾ ലാംഗ്വേജിൽ അവർക്ക് കേൾക്കുന്ന രൂപത്തിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംസാരിച്ചാൽ ഇറ്റ് വുഡ് ബി ഹെൽപ്ഫുൾ ഫോർ ഓൾ സ്റ്റുഡൻസ്. സാധാരണ കുട്ടികൾക്കും അത് മെച്ചാണ്, അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കും അത് അഡ്വാൻറ്റേജ് ആണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. ഇതിൽ അങ്ങനെ ഒരു പുതിയതായിട്ടും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായി പ്രാക്ടിക്കലി പറയാനുള്ള ഒരു ഏരിയ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോണത്. ഇനി കോ ഓപ്പറേഷൻ അമംഗ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയണേ ടീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, സ്പെഷ്യലിസ്റ്റുകൾ, പാരന്റ്സ്, സ്റ്റുഡൻസ്, ഇവരൊക്കെ തമ്മിലുള്ള ഒരു കോപ്പറേഷന്റെ ഒരു വാല്യൂ എന്താണ്? നമുക്കറിയാം. അവരൊക്കെ തമ്മിൽ കോപ്പറേറ്റ് ചെയ്താലാണ്, പരസ്പരം സപ്പോർട്ട് ചെയ്താലാണ്, പരസ്പരം ഹെൽപ്പ് ചെയ്താലാണ് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. നമുക്കറിയാം. അതാണ് ഇതിൽ പറയുന്നത്. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നീഡ് ടീം വർക്ക് ഫ്രം ഓൾ ഇൻവോൾവ് പീപ്പിൾ. ഇത്തരത്തിൽ ടീച്ചേഴ്സിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും പ്രിൻസിപ്പളുടെയും മറ്റു പാരന്റ്സിന്റെയും സൊസൈറ്റിന്റെയും സ്റ്റുഡൻസിന്റെയും എല്ലാവരും ദേ ഷുഡ് വർക്ക് ടുഗെദർ. ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉള്ളത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ജനറൽ ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് മസ്റ്റ് കോർഡിനേറ്റ് ഫോർ സ്റ്റുഡൻസ് സക്സസ്. എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ എന്ത് ചെയ്യണം? ഇവരുടെ സക്സസിന് വേണ്ടി വർക്ക് ചെയ്യണം. അത് ജനറൽ ടീച്ചേഴ്സും ചെയ്യണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും ചെയ്യണം, എല്ലാവരും ചെയ്യണം. പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് നീഡ് ടു വർക്ക് ടുഗെദർ ടു സപ്പോർട്ട് ലേണിംഗ് അറ്റ് ഹോം. അതേപോലെ തന്നെ പാരന്റ്സിന്റെ സപ്പോർട്ട്, ടീച്ചേഴ്സിന്റെ സപ്പോർട്ട്, വീട്ടിൽ സപ്പോർട്ട്, സ്കൂൾ സപ്പോർട്ട്, എല്ലാത്തിനും സപ്പോർട്ട് അവർക്ക് കിട്ടണം. അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് എപ്പോഴും സപ്പോർട്ട് അവരുടെ കൂടെ ഇങ്ങനെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ക്യാൻ ലീഡ് ടു ഫെയിലിയർ ഇൻ മീറ്റിംഗ് സ്റ്റുഡൻസ് നീഡ്സ്. ഇവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫെയിലിയർ ആയാൽ സ്റ്റുഡന്റ് ടീച്ചർ കമ്മ്യൂണിക്കേഷൻ, പാരന്റ് ചൈൽഡ് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പിയേഴ്സ്, ഇതൊക്കെ അതിലെന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതും അവരുടെ ലൈഫിനെ അല്ലെങ്കിൽ അവരുടെ എഡ്യൂക്കേഷനെ ബാധിക്കും. ദെൻ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിലുള്ള പ്രോബ്ലംസ് ആണ് ഈ ഒരു സ്ലൈഡിൽ പറയുന്നത്. അഥവാ നമുക്കറിയാം അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അഡ്മിനിസ്ട്രേഷൻ ആണ് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും, അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസും കൊടുക്കേണ്ടത്. സോ എഡ്യൂക്കേഷണൽ അതോറിറ്റീസ് അഥവാ മാനേജ്മെന്റ് അവരുടെ ഇതിൽ വരുന്ന പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകളുടെ അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ അതോറിറ്റീസ് ഓഫൻ ഫോക്കസ് ഓൺ ഗിവിംഗ് ഓർഡേഴ്സ് ടു സ്റ്റാഫ്. ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും, അവരുടെ ഓർഡേഴ്സ് ആയിരിക്കും. സേ ഡു നോട്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് റിയൽ ക്ലാസ് റൂം പ്രോബ്ലംസ്. പക്ഷെ ഈ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന് റിയൽ ക്ലാസ് റൂം ഇഷ്യൂസ് അറിയില്ല. അവര് നേരിട്ടത് ഫീൽ ചെയ്യുന്നില്ല, അവർ നേരിട്ടത് ഹാൻഡിൽ ചെയ്യുന്നില്ല. നേരിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾക്കാണ് കൃത്യമായിട്ട് അറിയുള്ളൂ. സോ ടീച്ചേഴ്സ് ഫേസ് മെനി ചലഞ്ചസ് വിത്തൗട്ട് പ്രോപ്പർ സപ്പോർട്ട്. അതുകൊണ്ട് കൃത്യമായ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് കിട്ടാതെ പല ടീച്ചേഴ്സും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പല സ്റ്റുഡൻസും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. വിത്തൗട്ട് ടീം വർക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കാനോട്ട് വർക്ക്. കാരണം ടീച്ചിങ് സ്റ്റാഫ് ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും മാനേജ്മെന്റ്, പ്രിൻസിപ്പൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നാണ്. അതിനാണ് പറഞ്ഞത് പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് മസ്റ്റ് വർക്ക് ആസ് എ ടീം ഫോർ റിയൽ ചേഞ്ച്. ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണമെങ്കിൽ ടീച്ചേഴ്സ് മാത്രം വിചാരിച്ചാൽ പോരാ, ടീച്ചേഴ്സും പാരന്റ്സും അഡ്മിനിസ്ട്രേഷനും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. സ്റ്റുഡൻസും 4 ചക്രവും ഒരുമിച്ച് ഓടണം. അപ്പോഴാണ് അവിടെ എന്തുണ്ടാവുള്ളൂ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടത്താൻ പറ്റുള്ളൂ. ഇനി ഇവർക്ക് വേണ്ട പ്രോപ്പർ ഗൈഡ് ലൈൻസും മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഫണ്ട് വേണം, പൈസ വേണം. സോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നീഡ് എക്സ്ട്രാ സ്റ്റാഫ് ആൻഡ് ട്രെയിൻഡ് പ്രൊഫഷണൽസ്. എക്സ്ട്രാ ഫെസിലിറ്റീസ് വേണം, എക്സ്ട്രാ സ്റ്റാഫ് വേണം, എക്സ്ട്രാ അറേഞ്ച്മെന്റ്സ് വേണം. എല്ലാ സംഭവങ്ങളും എക്സ്ട്രാ ആവശ്യമായിട്ട് വരും. സോ ഇൻക്ലൂഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് ക്ലാസ് റൂം എയ്ഡ്സ്. TV വേണ്ടിവരും, ചിലപ്പോൾ ഇത് വേണ്ട, അവർക്ക് വേണ്ട ഓഡിയോ എയ്ഡ്സ് വേണ്ടിവരും, അവർക്ക് മൈക്ക് വേണ്ടിവരും, സ്പീക്കർ വേണ്ടിവരും, ടാബ് വേണ്ടിവരും, പല സംഭവങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നീഡ് മോർ മണി ടു പ്രൊവൈഡ് ഇൻഡിവിജ്വൽ സപ്പോർട്ട്. സ്കൂളിന്
എന്ത് ചെയ്യണം, കൂടുതൽ സാമ്പത്തിക ഫണ്ടിങ് സപ്പോർട്ട് കിട്ടേണ്ടി വരും. സോ മെനി സ്കൂൾ എസ്പെഷ്യലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ലാക്ക് ദിസ് ഫണ്ടിങ്. അതുകൊണ്ട് തന്നെ സ്കൂളുകൾക്ക് അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉറപ്പുവരുത്താൻ കഴിയാതെ പോകുന്നുണ്ട്. വിത്തൗട്ട് ഇനഫ് ഫണ്ട് ക്വാളിറ്റി സപ്പോർട്ട് ആൻഡ് ടീച്ചിങ് സഫർ. ഫണ്ടില്ല, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവില്ല, സ്പെഷ്യൽ ടീച്ചർ ഉണ്ടാവില്ല, അവർക്ക് വിദ്യാഭ്യാസവും തടസ്സപ്പെടും എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നീഡ്സ് ആണ്. അഥവാ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ അറിയും, സാധാരണ ടീച്ചേഴ്സിന് കൃത്യമായ ട്രെയിനിങ് കിട്ടേണ്ടതുണ്ട്. സോ ടീച്ചേഴ്സ് നീഡ് പ്രോപ്പർ ട്രെയിനിങ് ഫോർ ഇൻക്ലൂസീവ് ടീച്ചിങ്. എങ്ങനെയാണ് ഈ ഇമ്പയർഡ് ആയ കുട്ടികളെ ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ച് ടീച്ചേഴ്സ് ട്രെയിനിങ് കിട്ടണം. സ്പെഷ്യൽ സ്കിൽസ് ആർ നീഡഡ് ടു ഹാൻഡിൽ ഡിഫറെന്റ് സ്റ്റുഡൻസ് നീഡ്സ്. അത്തരത്തിൽ വ്യത്യസ്തമായ ഡിസബിലിറ്റിയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ടീച്ചേഴ്സിന് കൃത്യമായ സ്കില്ല് വേണം, അതിന് ട്രെയിനിങ് വേണം, അതിന് അവർക്ക് അറിവുണ്ടാവണം. ഓൺഗോയിങ് പ്രൊഫഷൻ ഡെവലപ്പ് ഈസ് ഇമ്പോർട്ടന്റ്. നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെയും ബൂസ്റ്റ് ചെയ്യണം, അവർക്കുള്ള സ്കഫോൾഡിങ്, അവർക്ക് ട്രെയിനിങ് വേണം, പുതിയ ടീച്ചേഴ്സ് ട്രെയിനിങ് വേണം, എല്ലാവർക്കും ട്രെയിനിങ് ആവശ്യമാണ്. അങ്ങനെ ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ ഫണ്ട് വേണം. ലാക്ക് ഓഫ് ഫണ്ട് ക്യാൻ സ്റ്റോപ്പ് ദിസ് ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ്. അങ്ങനെ ട്രെയിനിങ് ഫണ്ട് ഇല്ലെങ്കിൽ ട്രെയിനിങ് ഉണ്ടാവില്ല അല്ലെ, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ട്രെയിനിങ് ഹെൽപ്പ് ഇൻ സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. അത്തരത്തിൽ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിലും ഈ സ്റ്റുഡൻസിന്റെ ട്രെയിനിങ്ങിലും നമ്മൾ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ അത് ബാരിയർ ആണ്. അത് അത് പഠിക്കാനുള്ളത്. ഫണ്ട് പ്രധാനപ്പെട്ട ഘടകമാണ്, സ്കിൽഡായ ടീച്ചേഴ്സ് പ്രധാനപ്പെട്ട ഘടകമാണ്, നല്ല അഡ്മിനിസ്ട്രേഷൻ പ്രധാനപ്പെട്ട ഘടകമാണ്. അതൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി എൻ്റെ ഒരു സബാണ് ഒഫീഷ്യൽ പോളിസീസ്. സം പോളിസി മേക്കേഴ്സ് ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ഇൻക്ലൂഷൻ. ഈ സ്കൂളിന്റെ പോളിസി ഉണ്ടാക്കുക, കരിക്കുലം ഉണ്ടാക്കുക, സിലബസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്കൂളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാക്കുക, ഇവർക്കൊന്നും ഈ ഇൻക്ലൂഷൻ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഓർക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ കുറിച്ചൊക്കെ ഭയങ്കരമായ ചർച്ച നടക്കാറുണ്ട് അല്ലെ, വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച്. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി അറിയില്ലെങ്കിൽ എന്തായിരിക്കും പിന്നെ ആ ഒരു സംസ്ഥാനത്ത് നടന്നുകൊടുക്കണവാ? നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഹലോ, ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായ പോരാ. അഥവാ വിദ്യാഭ്യാസ മന്ത്രിക്ക് സ്കൂളിന്റെ സിസ്റ്റം എന്താണെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ ആ ടീച്ചേഴ്സ് ആ സിസ്റ്റത്തെ കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞാല് അതിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇയാൾക്ക് പറ്റുമോ? ഇല്ല സർ, ഒരിക്കലും പറ്റില്ല. ഇനി സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ വാല്യൂ, ഒരു പുതിയ സ്കൂൾ അനുവദിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, ഈ പറഞ്ഞ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കണം എന്ന് പറഞ്ഞാല് ഓരെന്ത് ചെയ്യുക? അതൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് ഇതേപോലെ റാമ്പ് കെട്ടി കൊടുത്താൽ പോരെ, ഒരു ക്ലാസ്സിൽ ഇരിക്കാനുള്ളൊരു വീൽ ചെയർ ഫെസിലിറ്റി കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കും. അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് ചിന്തിക്കും. കൃത്യമായിട്ട് സിലബസ് മാറണം, സ്ട്രാറ്റജി മാറണം, ഫെസിലിറ്റീസ് മാറണം, ട്രെയിനിങ് വേണം, ഫണ്ട് വേണം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ഫണ്ട്, ഓരോ കൂടി ക്ലാസ് ഇരുത്താൻ സംവിധാനം ഉണ്ടാക്കിയ പോരെ എന്നൊക്കെ അവർ ചിന്തിക്കും. കാരണം ഇതൊക്കെ മനസ്സിലാകുന്ന ആളുകൾ വേണം ഇതിന്റെ തലപ്പത്തൊക്കെ വരാൻ. അതേപോലെയാണ് പറയണേ. ഓക്കെ, അപ്പം ഈ ഫണ്ടിങ്ങിനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഈ ഒഫീഷ്യൽ പോളിസികളും അവിടെ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദി സെപ്പറേറ്റ് ചിൽഡ്രൻ ഫ്രം മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ. അങ്ങനെ കൃത്യമായ ഒരു പോളിസി ഇല്ലെങ്കിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, അവര് എന്നും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ പഠിക്കും. അവര് സ്പെഷ്യൽ സ്കൂളിലോ അവരുടെ വീടുകളിലോ ഒതുങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. സോ പോളിസീസ് മേക്ക് ഇൻക്ലൂഷൻ ഇൻ പബ്ലിക് സ്കൂൾ ഡിഫിക്കൽട്ട്. എന്നാൽ ഇത്തരത്തിലുള്ള കൃത്യമായ പോളിസികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്കൂളിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ അത് ഉണ്ടാക്കിയേ പറ്റൂ. അവയർനെസ് എമംഗ് പോളിസി മേക്കേഴ്സ് ഈസ് കീ ടു ബെറ്റർ ഡിസിഷൻ. അത്തരത്തിൽ സ്കൂളിന്റെ പോളിസികൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസികൾ ഉണ്ടാക്കുന്ന ആളുകള് അവർക്ക് കൃത്യമായി എന്താണ് ഇൻക്ലൂഷൻ, എന്താണ് ഡിസബിലിറ്റിയുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് അറിയേണ്ടതുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ബാരിയേഴ്സ് ആണ് തേർഡ് വൺ. ആക്സസിബിലിറ്റി പ്രോബ്ലം ആണ് ഒന്ന് പറയണത്. അഥവാ നോൺ അബിലിറ്റി ഓഫ് സ്കൂൾ ആൻഡ് ദർ ലൊക്കേഷൻ ഇൻ ഹാർഡ് ടു റീച്ച് ഏരിയാസ് ഇൻ എ മേജർ ബാരിയർ. നമുക്കറിയാം ഈ കോളേജുകളിലൊക്കെ ഉണ്ടാവുക റിമോട്ടായ ഏരിയയിലേക്കാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യണ മിനിയൂട്ടി, അവിടെ അത് ഒരു മെയിൻ റോഡിൽ നിന്ന് 4 കിലോമീറ്റർ മിനിമം അവിടേക്ക് എന്തുണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. അതേപോലെ ചില സ്കൂളൊക്കെ അങ്ങനെയാണ്, കുറേ ഉള്ളിൽ പോയിട്ടുണ്ടാവുക. അവർക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അതെന്ന് വെച്ചാൽ ഈ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ഒരു നല്ല കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എങ്കിലും
അത്തരത്തില് ആക്സസിബിലിറ്റി കുറഞ്ഞാല് അതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പ്രോപ്പർ ട്രാൻസ്പോർട്ട് സിസ്റ്റം, ലോക്കൽ ട്രാൻസ്പോർട്ട്, അവർക്ക് വണ്ടി എത്തുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വണ്ടി കോളേജിൽ എത്തണം, വീൽ ചെയർ ക്ലാസ്സിൽ എത്തണം, ബാത്റൂമിൽ പോകാൻ പറ്റണം, അത്തരത്തിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറൽ സർവീസസും അല്ലെങ്കിൽ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ അതൊരു ബാരിയറാണ്. അതുപോലെ തന്നെ ആക്സസിബിലിറ്റി പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്, നോൺ അവൈലബിലിറ്റി ഓഫ് സ്കൂൾ ഓർ ദെയർ ലൊക്കേഷൻ പറഞ്ഞല്ലോ അല്ലേ? ഓക്കെ, അത് സ്ലൈഡ് റിപ്പീറ്റ് ചെയ്ത് വന്നാണ് കേട്ടോ, സോറി. അതിൽ പെട്ടതാണ് ബിൽഡിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ഈ ഡിസേബിൾഡ് ആയ ആളുകൾ, ഇപ്പോഴത്തെ ബിൽഡിങ്ങുകളിൽ ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എങ്കിലേ അതിന് ബിൽഡിങ്ങിന് പെർമിഷൻ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് എന്താണ് ഇപ്പോഴത്തെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും. എങ്കിലും ഇതിന്റെ ഒരു കീ ബാരിയേഴ്സ് പറയുന്നത് ഇൻആക്സസിബിലിറ്റി ക്ലാസ് റൂംസ്, പ്ലേ ഗ്രൗണ്ട്, ടോയ്ലറ്റ്, ലൈബ്രറി, ഡോർസ്, പാസേജസ് എക്സെട്ര. സ്കൂളിന്റെ എല്ലാ മുക്കുമൂലയിലും അവിടുത്തെ എല്ലാവർക്കും എത്താൻ വരണം. ഈ പറഞ്ഞ പോലെ നടക്കാൻ കഴിയാത്ത കുട്ടികൾ ഗ്രൗണ്ടിൽ എത്തണം, നടക്കാൻ കഴിയാത്ത കുട്ടികൾ ഗ്രൗണ്ടിൽ പോയി വരണം, ലൈബ്രറി പോയി വരണം, നടക്കാൻ കഴിയാത്ത കുട്ടിക്ക് അവിടെ പോയി വരാൻ പറ്റണം, ബാത്റൂമിൽ പോയി കണ്ട് വരാൻ പറ്റണം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അവിടെ ഒക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് താഴെ കൊടുത്തേക്കുന്നത്. അഥവാ വീൽ ചെയർ റാമ്പ് വേണം, അതല്ലെങ്കിൽ വാക്കിംഗ് എയ്ഡ്സ് വേണം, അതല്ലെങ്കിൽ അവർക്ക് വിഷ്വലി ഇമ്പയർഡ് ആയ കുട്ടികൾക്കുള്ള മെറ്റീരിയൽസ് വേണം, അതുപോലെ തന്നെ വിഷ്വൽ ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികൾക്ക് അതിനുള്ള മെറ്റീരിയൽസ് വേണം, അതുപോലെ തന്നെ ക്ലാസ് റൂമിലുള്ള അത്തരത്തിലുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വേണം എന്നൊക്കെയുള്ള സംഭവങ്ങൾ അതിൽ പറയുന്നത്. അത് ഒരുപാട് വേറൊന്നും പറയാനില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയത്. സ്കിപ്പ് ചെയ്യല്ല, അത്ര പറഞ്ഞു പോയത്. ഇനി നെക്സ്റ്റ് ഒരു ഇതിന് അടുത്ത ലെവലിലേക്ക് പോവാണ്. ഇത് ഒരുപാടൊന്നും ഇല്ല, പെട്ടെന്ന് കഴിയും. വേസ് ആൻഡ് മീൻസ് ഓഫ് പ്രൊമോട്ടിങ് സക്സസ്ഫുൾ ഇൻക്ലൂഷൻ. നിങ്ങളെ കഴിഞ്ഞതിലൊക്കെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് PPT തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ ഞാനത് തരാൻ മറന്നതാണ്. എനിക്ക് തോന്നുന്നത് അല്ല, നിങ്ങളെ ചോദിച്ചത് അത് പറ്റിയ ബാച്ചോ ആരാ ചോദിച്ചത്? നിങ്ങൾ പ്രിന്റ് ഓക്കെ, പ്രിന്റ് എടുത്ത് ക്ലാസ് കേൾക്കുന്നവരുണ്ടോ? മെറ്റീരിയൽ മുൻകൂട്ടി റെഡി ആണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഞാൻ അയച്ചുതരാൻ ശ്രദ്ധിക്കാം, മറന്നുപോയതാണ്. ഓക്കെ, എന്തായാലും ഈ ക്ലാസ് ഞാൻ അയച്ചുതരാം. അടുത്ത ക്ലാസ് മുതൽ ഞാൻ മുമ്പേ അയച്ചുതരാം കേട്ടോ. നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് മുന്നിൽ വെക്കണമെങ്കിലൊക്കെ അത് ഉപയോഗപ്പെടുത്താം. എങ്ങനെയാണ് സക്സസ്ഫുൾ ഇൻക്ലൂഷനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക? അതിനുള്ള മാർഗം എന്താണ്? ഒന്ന്, ചേഞ്ച് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, അഥവാ നെഗറ്റിവിറ്റി കുറക്കണം അല്ലെ? അഥവാ ഈ ടീച്ചേഴ്സിന്റെ നെഗറ്റിവിറ്റി, പാരന്റ്സിന്റെ നെഗറ്റിവിറ്റി, ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് നെഗറ്റിവിറ്റി, സ്റ്റുഡൻസിന്റെ നെഗറ്റിവിറ്റി ഒക്കെ ഇല്ലാതാക്കണം. അതുകൊണ്ട് തന്നെ വെൽക്കമിങ് സ്കൂൾ എൻവയോൺമെന്റ് ബിഗിൻ വിത്ത് ചേഞ്ചിങ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആറ്റിറ്റ്യൂഡ്. ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾ, അഡ്മിനിസ്ട്രേഷൻ ഇവരുടെയൊക്കെ സ്റ്റുഡൻസ് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. അതുപോലെ തന്നെ എല്ലാവർക്കും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ഓൾ സ്റ്റുഡൻസ്, എല്ലാവർക്കും എന്ത് ചെയ്യണം? അതിന്റെ ബെനിഫിറ്റ് കിട്ടണം. ഒരാൾക്ക് മാത്രം കിട്ടില്ല, എല്ലാവർക്കും കിട്ടണം. അതുപോലെ അവയർനെസ് മസ്റ്റ് ബി റേസ്ഡ്, കൃത്യമായിട്ട് കുട്ടികൾക്ക് അതിനുള്ള അവയർനെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം ഇംപ്രൂവിങ് ഫിസിക്കൽ ആക്സസ് ആൻഡ് എൻവയോൺമെന്റ്, ഈ പറഞ്ഞ ബാരിയേഴ്സ് ഒക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഫിസിക്കൽ ആക്സസ് ചെയ്യാൻ പറ്റണം അല്ലെ? എല്ലാവർക്കും എല്ലാ ക്ലാസ് റൂമിലേക്ക് എത്താൻ പറ്റണം. അതിന്റെ റാമ്പോ ലിഫ്റ്റോ അല്ലെങ്കിൽ പാസേജ് വേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. ടോയ്ലറ്റിലേക്ക് ആക്സസിബിലിറ്റി ഉണ്ടാക്കണം. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക്, ഇലക്ട്രിസിറ്റി, എല്ലാത്തിലേക്കും ആക്സസിബിലിറ്റി എല്ലാവർക്കും ഉണ്ടാവാം. 3, കരിക്കുലം ആൻഡ് അസസ്മെന്റ് റിഫോം. കരിക്കുലം റിഫോം ചെയ്യണം, കരിക്കുലം എഡിറ്റ് ചെയ്യണം അല്ലെ? കരിക്കുലം അപ്ഡേറ്റ് ചെയ്യണം. ചൈൽഡ് സെന്റേർഡ് കരിക്കുലം എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ അസസ്മെന്റ് ഷുഡ് ബി റിഫ്ലക്ട് ഓൺ വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺ. കുട്ടികൾ പഠിച്ചത് എന്താണോ ആ കുട്ടികളെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കരിക്കുലം ഫ്രെയിം ചെയ്യണം. റെലവെന്റ് ആയ ഫ്ലെക്സിബിൾ ആയ കരിക്കുലം ഉണ്ടാക്കണം. അപ്പൊ കരിക്കുലത്തിൽ മാറ്റം ഉണ്ടാവണം, സിലബസിൽ മാറ്റം ഉണ്ടാവണം, ടീച്ചിങ് സ്ട്രാറ്റജിയിൽ മാറ്റം ഉണ്ടാവണം. പിന്നെ ഫാമിലിന്റെ ഇൻവോൾവ്മെന്റ്, അതാണ് 4ാമത്തെ പോയിന്റ് പറയുന്നത്. ടീച്ചേഴ്സ് ഷുഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പാരന്റ്സ് ഇൻ സിമ്പിൾ ലാംഗ്വേജ്. പാരന്റ്സിന്റെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ പാരന്റ്സുമായുള്ള കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ മേക്ക് ഗുഡ് റിലേഷൻ വിത്ത് ലോക്കൽ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, ഹെൽപ്പ് പ്രൊമോട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. നമ്മുടെ സൊസൈറ്റിന്റെ ഒരു ഹെൽപ്പ്, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ സൊസൈറ്റി, ഫാമിലി, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് തുടങ്ങി എല്ലാവരും എന്ത് ചെയ്യണം? അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം, അവരുടെ സപ്പോർട്ട് ഉറപ്പുവരുത്തണം. അതിന്റെ ബാക്കി തന്നെയാണ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ വേസ് ആൻഡ് മീൻസ് ഓഫ് പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ പറഞ്ഞിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ദാറ്റ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് ഓൾ ലേണേഴ്സ്. എല്ലാവരും മനസ്സിലാക്കേണ്ട പോയിന്റ്സ് ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരമുണ്ട്, ആർക്കും പരസ്പരം ശല്യമില്ല എന്ന് മനസ്സിലാക്കുക. 2, റിഫ്ലക്ട് ഇൻക്ലൂസീവ്നെസ് ഇൻ പോളിസീസ്, കരിക്കുലം, ടീച്ചിങ്, ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട്. എല്ലായിടത്തും ഇൻക്ലൂഷൻ കൊണ്ടുവരിക.
പോളിസി മേക്കിംഗ് ഇൻക്ലൂഷൻ വേണം, കരിക്കുലത്തിൽ ഇൻക്ലൂഷൻ പരിഗണിക്കണം, ടീച്ചർ ട്രെയിനിങ്ങിൽ വേണം, ഇൻഫ്രാസ്ട്രക്ചറിൽ വേണം, എല്ലായിടത്തും ഇൻക്ലൂഷൻ എന്നുള്ളത് മുന്നിൽ നിൽക്കണം. സ്ട്രെങ്തൻ ഇൻക്ലൂസീവ് പോളിസീസ്, അതുപോലെ തന്നെ എപ്പോഴും ഈ ഇൻക്ലൂഷൻ വേണ്ട പോളിസികൾ, കുട്ടികളുടെ അവർക്ക് വേണ്ട പോളിസികൾ മേക്ക് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഇൻ റൂൾസ് ആൻഡ് ട്രെയിനിങ്, ഇവർക്കുള്ള റൂൾസ് അല്ലെങ്കിൽ ട്രെയിനിങ്, അവർക്കുള്ള ട്രെയിനിങ്ങും അവരുടെ ക്ലാസ് റൂമിലേക്ക് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരണം. നമ്മൾ ചിലപ്പോൾ ഭയങ്കരമായി സ്ട്രിക്റ്റ് ആക്കി പറഞ്ഞാൽ ഈ ഡിസബിലിറ്റി കുട്ടികൾക്ക് അത് പറ്റാതെ പോയേക്കാം. അപ്പൊ ഒന്ന് ഫ്ലെക്സിബിൾ ആവാൻ ശ്രമിക്കണം, ചൈൽഡ് ഫ്രണ്ട്ലി ആവണം, ഫ്ലെക്സിബിൾ ആവണം, നോൺ ഡിസ്ക്രിമിനേറ്ററി ആവണം. അങ്ങനെ ഒരു 3-4 വേർഡ്സ് ഇതിലുണ്ട്, അത് നോക്കിച്ചാൽ മതി. ചൈൽഡ് ഫ്രണ്ട്ലി, ഫ്ലെക്സിബിൾ ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്ററി. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സപ്പോർട്ട് അഥവാ ടീച്ചേഴ്സിന്റെ, സ്റ്റുഡൻസിന്റെ, സൊസൈറ്റിന്റെ, പാരന്റ്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവണം. ഇത് ചെറിയൊരു പോയിന്റ് പറഞ്ഞത് യുനെസ്കോന്റെ റോൾ എന്താണെന്നൊക്കെയുള്ളതാണ്. ഹെൽപ്പ് ബിൽഡ് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് സപ്പോർട്ട് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻക്ലൂസീവ് principles through government, schools and teachers to ensure no learner is left behind. യുനെസ്കോ ഈ ടീച്ചേഴ്സിനെയും സ്കൂളിനെയും ഗവൺമെന്റിനെയും എല്ലാവരെയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു കുട്ടി പുറത്തില്ല, എല്ലാവരും ക്ലാസ് റൂമിലാണ് എന്ന് ഉറപ്പുവരുത്താനാണ് യുനെസ്കോ എന്താകുന്നത്, ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ എൻഷുറിങ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്, സമൂഹം എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാവണം. അതുപോലെ റിസ്ട്രെയിനിങ് എഡ്യൂക്കേഷൻ പേഴ്സണൽസ്, എല്ലാ സ്റ്റാഫുകളെയും, എല്ലാ അഡ്മിനിസ്ട്രേഷനും, എല്ലാവരെയും എന്ത് ചെയ്യണം, ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾസിന്റെ ഭാഗമാക്കണം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെ മിനിസ്ട്രീസ്, NGO, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, സോഷ്യൽ വർക്കേഴ്സ്, എല്ലാവരെയും ഇൻക്ലൂഷന്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെ ചേഞ്ച് ദ പോളിസി ഓഫ് ദ ഗവൺമെന്റ്, പോളിസി ചേഞ്ചിങ്, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇവരുടെ റൈറ്റ് നമുക്കറിയാം, ആർട്ടിക്കിൾ എഡ്യൂക്കേഷന്റെ ആർട്ടിക്കിൾ എഴുതുന്നു 21A ഒക്കെ ഉണ്ട്. സോ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പോളിസികൾ മാറ്റണം, അവരുടെ സപ്പോർട്ട് മാറ്റണം, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് കൂട്ടണം. ഇതൊക്കെ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ്. ഇനി കപ്പാസിറ്റി ബിൽഡിംഗ് അമംഗ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഥവാ കപ്പാസിറ്റി ബിൽഡിംഗ് ആണ്. എങ്ങനെയാണ് ഇവരെ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ആരാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ടീച്ചേഴ്സ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, പേരൻസ്, സ്റ്റുഡൻസ് ഒക്കെ. ഇതൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ഇവരെ എന്ത് ചെയ്യാണ്, അവരെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക, അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടുതൽ എന്ത് ചെയ്യണം, ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാക്കി മാറ്റുക. അതുപോലെ തന്നെ ഒരു കോഓർഡിനേറ്റഡ് എഫേർട്ട്, ഇവരെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിജയിക്കുള്ളൂ. അവിടെ ഗവൺമെന്റ് വേണം, സൊസൈറ്റി വേണം, പാരന്റ്സ് വേണം, ടീച്ചേഴ്സ് വേണം, അഡ്മിനിസ്ട്രേറ്റേഴ്സ് വേണം. എല്ലാവരും ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, ഒന്നുകൂടി അതിൽ റിപ്പീറ്റ് ചെയ്യാനുണ്ടെന്ന് മാത്രം. ഇനി ഈ ടീച്ചേഴ്സിനുള്ള സപ്പോർട്ട് എങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ്. ടീച്ചേഴ്സിന് ഞാൻ ബിൽഡപ്പ് ചെയ്യാം. അതിൽ ഒന്നാണ് പ്രീ സർവീസ് ട്രെയിനിങ്. ഈ പ്രീ സർവീസ് ട്രെയിനിങ്ങിനെ കുറിച്ച് കേട്ടണോ? ഇൻ സർവീസ് ട്രെയിനിങ്, പ്രീ സർവീസ് ട്രെയിനിങ് ഒക്കെ കേട്ടണോ? ഹലോ, കേട്ടുണ്ട്. അതോ നിങ്ങള് ഈ ഇതൊക്കെ അല്ലേ B.Ed പഠിക്കുന്ന സമയത്ത് ട്രെയിനിങ്ങിനൊക്കെ പോലെ, അതൊക്കെ പ്രീ സർവീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. ഇൻ സർവീസ് ട്രെയിനിങ് സർവീസിൽ ഇരിക്കെ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, സോ അത്തരത്തില് എന്താണ് സെക്കൻഡറി ലെവലിലും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പ്രീ സർവീസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതിൽ 150 ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദിസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓൺ 11 ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ട്രെയിനിങ് അറ്റ് ദ എലിമെന്ററി ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കറന്റ്ലി ഉള്ളൊരു പ്രശ്നമാണ്. ഇവിടെ പോയിന്റ് ഇത്രയാണ്, പ്രീ സർവീസ് ട്രെയിനിങ് കൊടുക്കണം. അത് ഈ ഇതാണോ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCA ഒക്കെ അതിന്റെ ഓവർസീസ് ചെയ്യുന്നത്. അതിനെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വ്യാപിപ്പിക്കുന്നുണ്ട്, അതിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തില് പ്രീ സർവീസ് ട്രെയിനിങ്ങുകൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതില് ഭോജ് യൂണിവേഴ്സിറ്റി, ഭോപ്പാൽ ഓഫേഴ്സ് B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമകള്, PG, B.Ed ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? അതൊക്കെ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഇതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് എ പാർട്ട് ഓഫ് 20th ഡേ മാൻഡറ്ററി ഇൻ സർവീസ് ട്രെയിനിങ് ഫോർ എലിമെന്ററി ടീച്ചേഴ്സ് പറഞ്ഞിട്ട്
ഇൻ സർവീസ് ടീച്ചേഴ്സിനും എന്തുണ്ട്, ഇതൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നിർബന്ധമായി പഠിക്കണം എന്നുള്ളതാണ്. ഇൻ സർവീസ് ട്രെയിനിങ് അണ്ടർ സർവശിക്ഷ അഭിയാൻ SSAന്റെ ഭാഗമായിട്ട് ഇൻ സർവീസ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. 3 to 7 ഡേ എക്സ്ക്ലൂസീവ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2.45 മില്യൺ ടീച്ചേഴ്സ് ഈ പറഞ്ഞ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ആ ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 1.4 മില്യൺ ടീച്ചേഴ്സ് 3 to 5 days ട്രഡീഷണൽ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രെയിനിങ് ആണ്. അഥവാ ശരിക്കും പറഞ്ഞാല് നിലവിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും അവർക്കും ക്യാമ്പുകള്, അവർക്കും ഇതുമായി ബന്ധപ്പെട്ട കുറെ പ്രോഗ്രാമുകള് കണ്ടക്ട് ചെയ്യണം, അതിൽ അവർ അറ്റൻഡ് ചെയ്യണം എന്നാണ്. അതുപോലെ റിസോഴ്സ് ടീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. 23 സ്റ്റേറ്റിലായിട്ട് 6147 റിസോഴ്സസ് ടീച്ചർ സമയമായിക്കിട്ടുന്നുണ്ട്, വേഗം അവസാനിപ്പിക്കാം. റിസോഴ്സ് ടീച്ചേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറെ പ്രോഗ്രാംസ് എന്ത് ചെയ്യുന്നുണ്ട്, SSAന്റെ ഭാഗമായിട്ട് ഇൻ സർവീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് എമംഗ് പീപ്പിൾ ആൻഡ് ദിയർ പിയേഴ്സ് എന്നാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ ബിൽഡപ്പ് ചെയ്യുക, അഥവാ നമ്മൾ പറഞ്ഞല്ലോ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് ഒരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ പോലെ. സോ പിയർ ഗ്രൂപ്പ് മസ്റ്റ് ബി സെൻസിറ്റൈസ്ഡ് ടു വെൽക്കം ആൻഡ് സപ്പോർട്ട് CWSN. ഇത്തരത്തിലുള്ള കുട്ടികളെ പിന്നെ എങ്ങനെയാണ് ഫ്രണ്ട് ആയിട്ട് കൊണ്ടുവരിക, നമ്മൾ എങ്ങനെ പരിഗണിക്കുക, അതിന് കുട്ടികൾക്കും ട്രെയിനിങ് കൊടുക്കണം. നെഗറ്റീവ് റെസ്പോൺസസ്, ബുള്ളിങ്, അവോയ്ഡൻസ്, ഡിസ്ക്രിമിനേഷൻ, ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, അതിന് നിർദ്ദേശം കൊടുക്കണം. അതുപോലെ തന്നെ എംഫസിസ് ഓൺ മ്യൂച്വൽ ബെനിഫിറ്റ്സ് ഓൺ ഇൻക്ലൂഷൻ ഫോർ ബോത്ത് CWSN ആൻഡ് നോൺ ഡിസേബിൾഡ് PS. നമ്മൾ ക്ലാസ് റൂമിൽ എല്ലാ ആക്ടിവിറ്റിയും എല്ലാവർക്കും പറ്റുന്നതാണ്, എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഓക്കെ, സോ പിയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് വെരി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പാരന്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പാരന്റ്സ് ഓഫ് CWSN മേ പ്രിഫർ സ്പെഷ്യൽ സ്കൂൾസ്. എന്റെ കുട്ടി സ്പെഷ്യൽ സ്കൂൾ പഠിച്ചാൽ മതി എന്ന് ഒരു പാരന്റ് പറയും. പക്ഷെ ആ പാരന്റ് എന്താണ് ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നിന്ന് മാറ്റി കൊണ്ടുവരണം, അവർക്ക് വേണ്ട പ്രോപ്പർ ഓറിയന്റേഷൻ കൊടുക്കണം. അങ്ങനെ അവരെന്ത് ചെയ്യണം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമാക്കണം. കാരണം പാരന്റ്സിന് പൊതുവായി ക്ലാസ്സിൽ കുട്ടികൾ ഇരുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ചിന്ത വന്നേക്കാം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് അവർക്കും തന്നെ എങ്ങനെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അവന് വേണ്ടതാണ്. ഇതിൽ പറയണ്ടേ, ഫിസിക്കൽ ആക്സസിബിലിറ്റി ഉണ്ട്, റാമ്പ്, പ്രോപ്പർ ലൈറ്റിംഗ്, കേർട്ടൻസ്, ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്തെങ്കിലും ആ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുള്ളൂ, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറ്റുള്ളൂ എന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതുപോലെ തന്നെ ബാരിയർ ഫ്രീ എൻവയോൺമെന്റ് അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം, അവർക്ക് വേണ്ട സർവീസസ് കൊടുക്കണം, അവർക്ക് വേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമാണ്. അപ്പോൾ പാരന്റ്സ് വിചാരിക്കണം, അഡ്മിനിസ്ട്രേഷൻ വിചാരിക്കണം, സ്റ്റുഡൻസ് വിചാരിക്കണം, ടീച്ചേഴ്സ് വിചാരിക്കണം, ഗവൺമെന്റ് വിചാരിക്കണം. ഇവരിലൊക്കെ എന്ത് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരല് നിർബന്ധമാണ്. ഇനി ഇതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഒന്ന് ഇന്റഗ്രേറ്റ് ഓൾ ചിൽഡ്രൻ, നമ്മൾ നേരത്തെ പറയുന്നു, എല്ലാ കുട്ടികളും ഒരേ ക്ലാസ് റൂമിൽ കൊണ്ടുവരും. 2, റിജക്ട് എക്സ്ക്ലൂഷൻ, ആരെയും മാറ്റി നിർത്തുന്ന അവസ്ഥയല്ല, ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല. 3, റിമൂവ് ലേണിംഗ് ബാരിയേഴ്സ്, എല്ലാവർക്കും പഠിക്കാൻ കഴിയും, ആർക്കും പഠിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ട എന്ത് സ്പെഷ്യൽ കരിക്കുലം, സ്പെഷ്യൽ ടീച്ചിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യും. സോ പ്രൊമോട്ട് ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് എൻവയോൺമെന്റ്, ആരെയും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ഓക്കെ. 4, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്, ഇവർക്കുള്ള കൃത്യമായ ലേണിംഗ് ഇൻസ്ട്രക്ഷൻസ് പ്ലാൻ ചെയ്യും. 5, സപ്പോർട്ട് സർവീസ് ആണ്, സ്റ്റുഡന്റ് സപ്പോർട്ട് സർവീസ് ആണ്, എല്ലാവർക്കും സപ്പോർട്ട്. അതിന് സ്പീച്ച് തെറപ്പി അല്ലെങ്കിൽ വിഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ളത്, അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെന്റുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഉള്ളതുണ്ടാവും. അതുപോലെ കൾച്ചറൽ ആൻഡ് റിലീജിയസ് എക്സ്ക്ലൂഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്യും. ഏത് കൾച്ചറും ഏത് റിലീജിയനും എല്ലാവർക്കും വരാം. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ഇൻഡിവിജ്വലൈസ്ഡ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, വ്യക്തിപരമായ വികാസം ഉണ്ടാവും, മൊത്തത്തിലുള്ള വികാസങ്ങളും ഇവിടെ സാധ്യമായിരിക്കും. അതുപോലെ തന്നെ ബിൽഡ് റെസ്പെക്ട് ആൻഡ് സെൽഫ് വേർഡ്സ്, എല്ലാവരും റെസ്പെക്ട് കീപ്പ് ചെയ്യുന്നു, സെൽഫ് വേർത്ത് എല്ലാവരിലും ഉണ്ടാക്കുക, എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട് പറയാൻ കാരണം അതാണ്. അതുപോലെ കോ ടീച്ചിങ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, പരസ്പരം എന്ത് ചെയ്യുക, സഹകരിക്കുക.
അവര് കൂടുതലായിട്ട് അക്കാഡമിക് സ്റ്റാൻഡേർഡ് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് പിയർ ടീച്ചിങ്, കോ ടീച്ചിങ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മൾ അവിടെ പ്രൊമോട്ട് ചെയ്യും. ഇതില് സമ്മറി പോയിന്റ്സ് പറയുന്നത് ജസ്റ്റ് ഈ യൂണിറ്റിൽ മൊത്തമായിട്ട് എന്താണ് പറഞ്ഞത് എന്ന് പറയാനാണ് കേട്ടോ. ഒന്ന്, എല്ലാ വാല്യൂ ഓൾ സ്റ്റുഡൻസ് ഈക്വലി, എല്ലാവരെയും ഒരുപോലെ കാണാനാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതുപോലെ എക്സ്ക്ലൂഷൻ കുറക്കണം, പാർട്ടിസിപ്പേഷൻ കൂട്ടണം, എല്ലാവർക്കും വിദ്യാഭ്യാസം, അതിനുവേണ്ടിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. എല്ലാവർക്കും ആക്സസിബിലിറ്റി, എല്ലാവർക്കും കോൺഫിഡൻസ്, എല്ലാവർക്കും നോളജ്, അതൊക്കെയാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ്. അഡാപ്റ്റ് ടീച്ചിങ് ആൻഡ് ഇവാലുവേഷൻ, തീർച്ചയായിട്ടും ടീച്ചിങ്ങിലേക്കും ഇവാലുവേഷനിലേക്കും എന്ത് ചെയ്യണം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അഡാപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ സപ്പോർട്ട് സർവീസ് ഷുഡ് ബി അവൈലബിൾ, എല്ലാവർക്കും സപ്പോർട്ട് സർവീസ് കിട്ടണം. അതുപോലെ തന്നെ സ്റ്റുഡൻസിന്റെ എബിലിറ്റീസ്, എല്ലാ സ്റ്റുഡൻസിന്റെയും എബിലിറ്റീസ് പ്രൊമോട്ട് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഇൻഡിവിജ്വലൈസ് ലേണിംഗ് ഗോൾസ് സെറ്റ് ചെയ്യാൻ ഓരോരുത്തരെയും ഹെൽപ്പ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്, സിമ്പിൾ ആണ്. ഈക്വൽ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും ഈക്വൽ എഡ്യൂക്കേഷൻ, എല്ലാവർക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ എലിമിനേറ്റ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ആർക്കും ഞാൻ പോരാ, എന്റെ ലൈഫ് പോരാ, ഞാൻ ഇങ്ങനെ ആയി പോയില്ലേ എന്ന ചിന്ത വേണ്ട. എത്ര ഡിസബിലിറ്റി ഉണ്ടോ, വെൽക്കം ടു ദ കോമൺ ക്ലാസ് റൂം. അതുപോലെ സപ്പോർട്ട് ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ലൈഫ് സ്കില്ലുകള്, നോളജ്, വിസ്ഡം തുടങ്ങി എല്ലാതും എല്ലാവർക്കും കിട്ടണം. അതുപോലെ തന്നെ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് റിലീജിയസ് ബാരിയേഴ്സ് ഷാൾ ബി റെഡ്യൂസ്ഡ്. ഇവർക്ക് ഇനി ബാരിയേഴ്സ് പാടില്ല, അവർക്ക് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ എന്ത് ചെയ്യണം, കുറക്കണം. ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഷാൾ ബി ലോവേർഡ്, നിർബന്ധമായിട്ടും ഡ്രോപ്പ് ഔട്ട് ഇല്ലാതാക്കണം. അതുപോലെ തന്നെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വിദ്യാഭ്യാസം എല്ലാവർക്കും കിട്ടണം. അത്തരത്തിലുള്ള അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇനി ബെനിഫിറ്റ് ആണ്, അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഒന്ന്, അതിൽ ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആണ് കേട്ടോ. രണ്ടാൾക്കുള്ള ബെനിഫിറ്റ് ഇതിൽ പറയുന്നുണ്ട്. ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ബെനിഫിറ്റ് എന്താണ്, ബിലോങ്ങിങ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, സെൻസ് ഓഫ് ബിലോങ്ങിങ്, ഞങ്ങളും കോമൺ ആണ് എന്നുള്ള ചിന്ത വരും അല്ലെ, ഫ്രണ്ട്ഷിപ്പിനെ കിട്ടും. പിയർ ട്യൂട്ടറിങ്, ഫ്രണ്ട്സ് പരസ്പരം എന്ത് ചെയ്യും, പഠിപ്പിക്കും. ചൈൽഡ് ടു ചൈൽഡ് ലേണിംഗ് നടക്കും. അക്കാഡമിക് പെർഫോമൻസ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അവർക്ക് സൊസൈറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എസ്പെഷ്യലി ബെനിഫിഷ്യൽ ഫോർ ചിൽഡ്രൻ വിത്ത് ഓട്ടിസം, ഓട്ടിസം ഉള്ള കുട്ടികളെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മോട്ടിവേഷൻ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സെൽഫ് അസസ്മെന്റ്, അതുപോലെ തന്നെ അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം, അതൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഒരുപാട് എക്സ്പീരിയൻസുകൾ അവർക്ക് കിട്ടും. ഇൻഡിവിജ്വൽ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, അത് അച്ചീവ് ചെയ്യാൻ പറ്റും, അതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാരന്റൽ ഇൻവോൾവ്മെന്റ് എൻകറേജ് ചെയ്യാൻ പറ്റും. സൊസൈറ്റിയിൽ ഇൻവോൾവ്മെന്റ് എൻകറേജ് ചെയ്യാൻ പറ്റും. ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് പറയാൻ പറ്റും. നോൺ ഡിസേബിൾഡ് സ്റ്റുഡൻസിനാണെങ്കിലോ അവർക്ക് ഈ ഇത്തരത്തിലുള്ള സൊസൈറ്റി എന്താണ് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്താണ് ടോളറൻസ്, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്, എന്താണ് അണ്ടർസ്റ്റാൻഡിങ്, എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ എന്താണ് ഡിസബിലിറ്റി, ലൈഫിലെ ഇഷ്യൂസ് എന്താണ്, ചലഞ്ചസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഡൈവേഴ്സിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിഫറെന്റ് റോൾസ് ഏറ്റെടുക്കാൻ പറ്റും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് അതേഴ്സ്, ഹൗ ക്യാൻ ഐ റീഡ്, ഡിസ്ക്രൈബ്സ്, ഇങ്ങനെ സ്ക്രൈബ് ആയിട്ടും റീഡേഴ്സ് ആയിട്ടും അങ്ങനെ പലതരത്തിൽ അവർക്ക് പല റോളുകൾ ഏറ്റെടുക്കാനുണ്ടാവും. സോ ലൈഫിൽ ബുദ്ധിമുട്ടുകളുടെ ഒരു ഫീലിംഗ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ടീച്ചേഴ്സിനാണെങ്കിലോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കാം. ഇന്നോവേറ്റീവായി ടീച്ചിങ് മെത്തേഡ്സ് അവർക്ക് അഡോപ്റ്റ് ചെയ്യാം. അണ്ടർസ്റ്റാൻഡിങ് ദ സ്റ്റുഡൻസ്, അണ്ടർസ്റ്റാൻഡിങ് ദെയർ ഫീലിങ്സ്, ഹോളിസ്റ്റിക് പെർസെപ്ഷൻ ഉദ്ദേശിക്കുന്നത് മൊത്തമായിട്ട് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു പുതിയ ലേണിംഗ് എൻവയോൺമെന്റ് എന്താണ്, എങ്ങനെയാണ് ഡിഫറെന്റ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഉണ്ടാവേണ്ടത്, സ്റ്റുഡൻസിന്റെ ഫീലിങ്സ് എന്താണ്, കുറേ ഉണ്ട്. ഇതിലൊരു 3 ഉള്ളത് നോക്കണ്ട, ഇഷ്ടം പോലെ ബെനിഫിറ്റുകൾ നമുക്ക് അതിൽ പറയാൻ പറ്റും. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ. ഇത്രയും ഈ യൂണിറ്റിന്റെ മൊത്തം കൺക്ലൂഷൻ ആണ്. നമുക്ക് 3 എന്താണ് പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ആറ്റിറ്റ്യൂഡിനൽ, സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചറൽ ബാരിയേഴ്സ്. അതിനെയാണ് കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, വിശകലനം ചെയ്തത്. അപ്പൊ ആറ്റിറ്റ്യൂഡ്, ആരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, പിന്നെ ആരാ, ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അല്ല, വേറെ ആരാ, അഡ്മിനിസ്ട്രേഷൻ, സൊസൈറ്റി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അതിൽ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് റിജിഡ് കരിക്കുലം ആണ്, ടീച്ചർ പേപ്പർ റേഷ്യോ നമ്മൾ കണ്ടു,
ഇൻഅഡീക്വൻസി ഓഫ് ട്രെയിനിങ് കണ്ടു, പുവർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പറഞ്ഞു, നമ്മുടെ ഇൻക്ലൂസീവ് പോളിസികൾ കണ്ടു, എക്കണോമിക് സപ്പോർട്ട് കണ്ടു, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മൾ അതിൽ കണ്ടു. സോ ഇൻക്ലൂഷൻ മസ്റ്റ് ഷിഫ്റ്റ് എഡ്യൂക്കേഷൻ ഫ്രം എക്കണോമിക്കലി ഡ്രിവൻ ടു ചൈൽഡ് സെന്റേർഡ്, അഥവാ സബ്ജക്ട് സെന്റേർഡിൽ നിന്ന് അല്ലെങ്കിൽ എക്കണോമിക്കലി ഡ്രിവൻ സാമ്പത്തിക താല്പര്യത്തിൽ നിന്ന് എവിടെ പോകണം, ചൈൽഡ് സെന്റേർഡിലേക്ക് എഡ്യൂക്കേഷൻ മാറണം. ഓക്കെ, ഫ്ലെക്സിബിൾ ആകണം, ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണം, അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, അവരുടെ ഒരു വർക്ക് ടുഗെദർ അല്ലെ, ഒരുമിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങൾ നിർബന്ധമായിട്ട് അതിൽ ആവശ്യമാണ് എന്നൊക്കെ കണ്ടു. ഇത്രയാണ് ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നെ ഇത് 2 പാർട്ടാക്കി നമുക്ക് അതിന് മാത്രം യൂണിറ്റ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ തീർത്തത്. അപ്പൊ അടുത്തൊരു ടീച്ചർ നമ്മുടെ ലിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ത് എന്നുള്ളതാണ് 1ാമത്തെ യൂണിറ്റിൽ പഠിച്ചത്. 2ാമത്തെ യൂണിറ്റിൽ അതിന്റെ ബാരിയേഴ്സ് ആണ്. ആ 3 ടൈപ്സ് ഓഫ് ബാരിയേഴ്സ് പ്ലസ് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതാണ് 2ാമത്തെ യൂണിറ്റിൽ പഠിച്ചത്. സോ 2 യൂണിറ്റും പഠിക്കുക, എങ്കിലാണ് 3ാമത്തെ യൂണിറ്റ് നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആവാൻ എല്ലാവർക്കും പറ്റണം. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. അവർക്ക് വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്യാൻ പറ്റണം. വി ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, വി ഷുഡ് ബി ഏബിൾ ടു ടീച്ച്, അല്ലെ, എല്ലാവരെയും ടീച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം. സോ അതിലേക്ക് പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ് ടുഡേസ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.